അപ്പൊ ഈ ഒരു സെഷൻ നമ്മൾ എത്ര സമയമാണോ അവിടെ ഇരിക്കുന്നതെങ്കിൽ അത്രയും സമയം നമ്മുടെ ലൈഫിൽ എനിക്കും നിങ്ങൾക്കും ഒക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള, ലൈഫിൽ വളരെ ഒരു മൈൻഡ് ഫ്ലാഷിംഗ് ആയിട്ടുള്ള തോട്ട്സുകൾ സമ്മാനിക്കുന്ന, ജീവിതത്തിൽ വളരെ ഉപകാരമുള്ള ഒരു സെഷനാക്കി മാറ്റട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഇതില് ഒരു സ്റ്റോറി പറഞ്ഞുകൊണ്ട് തുടങ്ങും, ചെറിയൊരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങും. അഡ്മിറ്റിന്റെ ശബ്ദം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പറ്റുമെങ്കിൽ അത് ഒന്ന് ഒഴിവാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സ്മൂത്ത് ആയിരിക്കും. നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾ മൈക്ക് ഓഫ് ആക്കാതിരുന്നാൽ നമുക്ക് എല്ലാ ആളുകൾക്കും പ്രോഗ്രാമിലേക്ക് എത്തിയതിന് നിങ്ങൾ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. വളരെയധികം നിങ്ങളെ സ്വാഗതം ചെയ്യാണ്. ഒരു ഉണ്ണിയേശു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അല്ലേ? നിങ്ങളെ ഈസാ നബിനെ കുറിച്ച് ഉണ്ണിയേശു എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അപ്പൊ ഉണ്ണിയേശുവിന്റെ ഒരു ചിത്രം വരയ്ക്കാൻ വേണ്ടി ഒരു ചിത്രകാരൻ പിന്നെ ഒരു മോഡലായിട്ട് ഒരാളെ കിട്ടണമല്ലോ. അങ്ങനെ ഒരു കുട്ടിനെ മോഡലായിട്ട് കൊണ്ടുവന്നു ചിത്രം. അത് കഴിഞ്ഞു കുറെ കാലങ്ങൾക്ക് ശേഷം, നല്ല ഡിസ്ട്രക്ഷൻ ഉണ്ടല്ലോ സാറേ. കുറെ കാലങ്ങൾക്ക് ശേഷം ഇതേ ചിത്രകാരൻ തന്നെ യൂദാസിന്റെ, അഥവാ യൂദാസ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പിന്നെ യേശുവിന് ഒറ്റുകൊടുത്ത ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് വേറൊരാളെ മോഡലായിട്ട് കൊണ്ടുവന്നിട്ടാണ്. അപ്പൊ ആ സമയത്ത് ഈ മോഡലായിട്ട് ചിത്രം വരയ്ക്കാരെന്ന് അറിയില്ലേ, ഒരാളിങ്ങനെ മുന്നിൽ വെച്ചിട്ട് അയാളെ നോക്കിയിട്ട് ഇങ്ങനെ ചിത്രം വരക്കും. ഇപ്പൊ നമ്മളെ ഈ മാളിലും പല സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും, ഒരാളെ കണ്ടിട്ട് നമ്മളൊക്കെ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ 50 100 രൂപ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതേപോലെ ചിത്രം അങ്ങനെ നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് വരച്ചു തരും. ഇതാണ് മോഡലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതേപോലെ ഈ യൂദാസിന്റെ ചിത്രം ഇങ്ങനെ ഇയാൾ വരയ്ക്കണേ. വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ എന്താ പറയാ, ഈ മോഡൽ വ്യക്തി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ചിത്രം വരയ്ക്കുന്ന ആള് ചോദിച്ചു, നിങ്ങൾക്ക് വിഷമായോ? കാരണം ഒരു മോശപ്പെട്ടൊരു ഒരു പ്രതീകമാണ് യൂദാസ് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ആ മോഡലിന് വേണ്ടി നിങ്ങളെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വലിയ വിഷമായോ? സാരില്ല കേട്ടോ എന്ന് പറഞ്ഞപ്പോ ഈ വ്യക്തി പറയാണ്, ഈ മോഡലിന് വേണ്ടിയിട്ട് നിന്ന് കൊടുത്ത വ്യക്തി പറയാണ്, ഞാൻ കരയണത് അതിനൊന്നുമില്ല. കുറെ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഉണ്ണിയേശുവിന്റെ ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് മോഡലായിട്ട് ഒരു കുട്ടിനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ഉണ്ണിയേശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷ്കളങ്കതയുടെ, സ്നേഹത്തിന്റെ ഒക്കെ പര്യായമായിട്ടുള്ള അല്ലെ, നല്ലൊരു ഒരഴകാർന്ന നിഷ്കളങ്ക മുഖമുള്ള ഒരു കുട്ടീനെ കിട്ടണം അങ്ങനത്തെ ഒരു ചിത്രം വരയ്ക്കണമെങ്കിൽ. അന്ന് നിങ്ങൾ സെലക്ട് ചെയ്തത് ഇപ്പൊ നിങ്ങൾ യൂദാസിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത ഈ എന്നെ തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ വർഷങ്ങളെ കൊണ്ടുണ്ടായ മാറ്റം, നിഷ്കളങ്കനായ ഭൂമിയിലേക്ക് പരിശുദ്ധമായ മനസ്സോടുകൂടെ തനി തങ്കമായി കൊണ്ട് കടന്നു വന്ന ആ എന്നെ തന്നെയാണ് നിങ്ങൾ യൂദാസിന്റെ ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ടും സെലക്ട് ചെയ്തത്. അപ്പൊ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു മാറ്റം, വലിയ ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. അത് ആലോചിച്ച് ഞാൻ വല്ലാതെ കരഞ്ഞുപോയി, വിഷമിച്ചു പോയി എന്ന് ഈ വ്യക്തി പറയാണ്. ഈ കൂട്ടത്തില് 18 വയസ്സിന്റെ താഴെയുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവെക്കണം. നമ്മുടെ ഈ കൂട്ടത്തില് ഈ ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുന്ന 18 ഏജിന് താഴെയുള്ളവരുണ്ടെങ്കിൽ, ഇത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള ഒരു സംഭവമല്ല, അവർക്ക് ലെഫ്റ്റ് ആവാവുന്നതാണ്. ഇത് വിവാഹം കഴിച്ചവര് ആയ ആളുകൾക്കുള്ളതാണ്, അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ വേണ്ടിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ചെറിയ കുട്ടികൾ നമ്മൾ ഇതിൽ പറയുന്ന പല വിഷയങ്ങളും കേൾക്കുമ്പോൾ അവർ കേൾക്കേണ്ടതല്ലാത്ത സംഗതികളാണ്. അതുകൊണ്ട് വേറെ ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് 18 വയസ്സിന് താഴെയുള്ളവരുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ലെഫ്റ്റ് ആയി പോകാവുന്നു. അത് നമ്മൾ കഥ തുടരാലോ. പ്രിയപ്പെട്ടവരെ, മക്കളെ കുറിച്ചുള്ള വളരെ സുപ്രധാനമായ ചില കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടിയ നിങ്ങളോട് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള ഒരു പോയിന്റ് ഇതാണ്. ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത്, ഓരോ കുട്ടിയും ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത് തനി തങ്കമായിട്ടാണ്. വളരെ പവിത്രമായ മനസ്സോടുകൂടെ ഒരു വൈറ്റ് ബോർഡായിട്ടാണ്. നമ്മുടെ ഈ ഒരു ടീമിന്റെ പേര് തന്നെ വൈറ്റ് ബോർഡ് എന്നാണ്. വളരെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പേരാണ്, വൈറ്റ് ബോർഡാണ്. ആ ബോർഡിൽ നമുക്ക് എന്ത് വേണമെങ്കിലും വരക്കാം. നമ്മൾ വലിയ ക്രിമിനലുകളായിട്ട് അറിയപ്പെടും. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോ ലോകത്തെല്ലാവരും വെറുക്കുന്ന ഒരു ഗോവിന്ദചാമി അല്ലെ, ഒരു മനുഷ്യൻ അയാളെ സപ്പോർട്ട് ചെയ്യൂല
അല്ലെ അതുപോലെ വളരെ ക്രൂരമായ തെറ്റുകൾ ചെയ്ത, റേപ്പൊക്കെ ചെയ്ത, അല്ലെങ്കിൽ ഇപ്പോ ഇന്നലെ തെരുവിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത്, ഞാൻ യു പിയിലുള്ളത്, ഉത്തർപ്രദേശിലുള്ളത്. അപ്പോൾ തെരുവിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇന്ന് രാവിലെ തന്നെ ഇപ്പൊ ലക്നൌവിലാണ്, അവിടെ തെരുവീതിയിൽ ഇങ്ങനെ കിടന്ന് അതുപോലെ പിന്നെ മദ്യപിച്ചും അത് വളരെ മോശമായിട്ടുള്ളൊരു ലൈഫ് ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരുടെ ഒരു കുട്ടിക്കാലം, ആ ആളുകൾ ഒരു 2 വയസ്സായ സമയത്തുള്ള അവരുടെ ഒരു സാധനം എന്റെ മനസ്സിൽ ഇങ്ങനെ വന്നു. എന്തായിരിക്കും? ഹലോ, നാട് യെസ്, കേൾക്കണില്ലേ? ഓക്കെ. അപ്പൊ വർഷങ്ങൾക്ക് ശേഷം ഒരു മനുഷ്യന് വരുന്ന മാറ്റം, അപ്പൊ ആ മനുഷ്യൻ തന്നെ തന്റെ കുട്ടിക്കാലം എങ്ങനെ കാണുകയാണെങ്കിലോ, 2 വയസ്സായ സമയത്ത് എത്ര അതിന് ഉമ്മയിപ്പയും കൊഞ്ചിച്ചിട്ടുണ്ടാവും, ലാളിച്ചിട്ടുണ്ടാവും, അല്ലെ, സ്നേഹത്താൽ പൊതിഞ്ഞിട്ടുണ്ടാവും, എന്ത് നിഷ്കളങ്കമായിട്ട് പുഞ്ചിരിക്കുന്ന ആളായിരുന്നു, എത്ര നല്ല. എങ്ങനെയാണ് ഈ കേൾക്കുന്നില്ല. മാറ്റം വരുന്നത് മനുഷ്യൻ? കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു തമ്പടിക്കൂ. കേൾക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് മ്യൂട്ട് ആക്കണം കേട്ടോ, അതല്ലെങ്കിൽ ഇങ്ങനെ ഓക്കെ ഡിസ്ട്രാക്റ്റഡ് ആവും. എല്ലാവരും അവരുടെ മൊബൈലിന്റെ താഴെ മ്യൂട്ട് ഓക്കെ, ആക്കാനുള്ള താങ്ക് യു. വീഡിയോന്റെ തൊട്ടടുത്ത് മ്യൂട്ടിന്റെ ഓപ്ഷൻ ഉണ്ട്, അത് വെക്കണം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ സംഭവം മനസ്സിലായില്ലേ പ്രിയപ്പെട്ടവരെ? ഏത് മോശപ്പെട്ട വ്യക്തിയും, അഥവാ ഒരു ഗോവിന്ദസ്വാമി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയണ ഒരാളായതുകൊണ്ട് പറഞ്ഞു, അയാൾക്ക് പോലും ഒരു നിഷ്കളങ്കമായ ബാല്യം ഉണ്ടായിരിക്കാം. ആ ജനിച്ച ഉടനുള്ള ഗോവിന്ദസ്വാമിന്റെ അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ എന്ത് രസകരമായ പുഞ്ചിരിയുമായിട്ടായിരിക്കും ഭൂമിയിലേക്ക് വന്നിട്ടുണ്ടാവുക. തെറ്റുകൾ എന്തെന്നറിയാത്ത, മോശം എന്തെന്നറിയാത്ത, അല്ലേ? ആരാണ് ഒരാളെ മോശമാക്കുന്നത്? ലോകത്ത് ഇന്നേ വരെ കള്ളം പറയാത്ത പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എല്ലാ കുഞ്ഞുങ്ങളും ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, തനി സംശുദ്ധമായ അൽ ഫിത്ര എന്ന് പറയുന്ന പരിപാവനമായ ഒരു അവസ്ഥയിലാണ് എല്ലാ കുട്ടികളും ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത്. പിന്നെ ആരാണ് അവരെ കേടുവരുത്തുന്നത്? നിസ്സംശയം പറയാം, അബവാഹു വക്കാന അബവാഹു, അവരുടെ പാരൻസ് ആണ്. ഇവിടെ പാരൻസ് എന്നുള്ളതിന് നമ്മൾ സൈക്കോളജിക്കലി വിശദീകരിക്കുന്ന സമയത്ത്, പാരൻസ് എന്ന് പറയുമ്പോൾ ഉമ്മയും ഉപ്പയും മാത്രമല്ല പാരൻസ്, അല്ലേ? അമ്മാവൻ പാരൻസ് ആയി വരും. ഈ കുട്ടി എവിടെയാണോ വളർന്നത് ആ വീട്ടിലുള്ള കുട്ടീനെ കൺട്രോൾ ചെയ്യുന്ന എല്ലാവരും പാരൻസ് ആണ്. കുട്ടിയിൽ അധികാരം ചെലുത്തുന്ന, ഇൻഫ്ലുവൻസ് കൊടുക്കുന്ന എല്ലാ ആൾക്കാരും പാരൻസ് ആണ്. അമ്മാവനാവാം, അമ്മായി ആവാം, അയൽവാസിയാവാം, ഉസ്താദാവാം, ടീച്ചറാവാം, ഇവരെല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു 14 വയസ്സിന് മുമ്പ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഒരു വ്യക്തി എന്ന് പറയുന്നത്. ഇന്ന് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഞാൻ ഒരു 14 വയസ്സിന് മുമ്പ് എൻ്റെ ഉമ്മയും ഉപ്പയും ക്രിയേറ്റ് ചെയ്തൊരു വ്യക്തിയാണ്. എന്റെ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സന്തോഷങ്ങളും ദുഃഖങ്ങളും, നിങ്ങളുടെ സക്സസും, നിങ്ങളുടെ എല്ലാവിധ കഴിവുകേടുകളും, നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ട ഒരു കാലഘട്ടമുണ്ട്, നിങ്ങൾ മോൾഡ് ചെയ്യപ്പെട്ട ഒരു കാലമുണ്ട്, നിങ്ങൾ ഉണ്ടായ ഒരു കാലഘട്ടമുണ്ട്. ആ 14 വയസ്സിന് മുമ്പ് നിങ്ങൾ അനുഭവിച്ച അനുഭവങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ അനുഭവങ്ങൾ പോസിറ്റീവാക്കി മാറ്റി കഴിഞ്ഞാൽ, ആ അനുഭവങ്ങൾ നമ്മൾക്ക് സംഭവിച്ചു, അതിന് ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നമ്മൾ പറയും. പക്ഷെ നമ്മൾക്ക് ഇനി ഒരു തലമുറ, നമ്മുടെ മക്കള് നമ്മുടെ കൂടെ ഉണ്ട്. ആ കുട്ടികൾക്ക് ഈ 14 വയസ്സിന്റെ ഉള്ളിലാണ് ഈ ഒരു കുട്ടി രൂപപ്പെടുന്നത് എന്നാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത്. അപ്പൊ ആ രൂപപ്പെടുത്തുന്നതിന് നമുക്ക് ചില ഇൻപുട്ടുകളൊക്കെ ഇട്ടുകൊടുക്കുകയാണെങ്കിൽ, അതിനെ പോസിറ്റീവ് ആക്കുകയാണെങ്കിൽ, ഈ മക്കളൊക്കെ എത്ര ഉഷാറായി മാറും, ഇല്ലേ? ഇനി അത് പകരം അത് നെഗറ്റീവായി മാറുകയാണെങ്കിൽ, ഈ മക്കളൊക്കെ എത്ര വലിയ ഭാഗ്യം കെട്ടവരായി മാറും. അങ്ങനെയാണെങ്കിൽ ആ വിഷയങ്ങൾ നമ്മൾ തിരിച്ചറിയണ്ടേ? എങ്ങനെയാണ് ഒരു കുട്ടീനെ ഉഷാറാക്കി മാറ്റാം? നമ്മുടെ ഈ കോഴ്സിന്റെ 2 സംഗതികൾ, മക്കളെ നമ്മൾ എങ്ങനെ സ്വസ്ഥരാക്കി മാറ്റാം, മനസ്സമാധാനമുള്ളവരാക്കി മാറ്റാം, സന്തോഷമുള്ളവരാക്കി മാറ്റാം, അതോടൊപ്പം നല്ല കഴിവുള്ള മികവുറ്റ പ്രതിഭകളാക്കി മാറ്റാം. ഒരു മനുഷ്യൻ 2 ക്വാളിറ്റിയാണ്, ഹൃദയപരമായ ക്വാളിറ്റി, ബുദ്ധിപരമായ ക്വാളിറ്റി, അല്ലെ? ബുദ്ധിപരമായ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടീന്റെ സ്കില്ല്, ആ കുട്ടി വളർന്ന് വലുതായി ജോലി, അവൻ നല്ല പ്രൊഫഷൻ, നല്ല കാര്യബോധം, തൻ്റെ ഇടം, അങ്ങനെയൊക്കെയുള്ള നല്ല കഴിവുള്ള ഒരു ആളായി മാറും. കഴിവ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ആ കുട്ടിക്ക് മനസ്സ് വേണം, ഈ ഉമ്മനിപ്പനോടൊരു സ്നേഹം വേണം, അയൽവാസികളോട് സ്നേഹം വേണം, അല്ലെ, കുടുംബത്തോടൊരു സ്നേഹം വേണം, ബന്ധം വേണം. ഇങ്ങനെ 2 ക്വാളിറ്റിയുള്ള മക്കളായി മാറണമെങ്കിൽ ഈ ഒരു ഏജിന്റെ പീരീഡിൽ, ഈ ഒരു 14 വയസ്സിന്റെ ഉള്ളിൽ എന്താവണം? ഈ 14 വയസ്സിന്റെ ഉള്ളിൽ എന്തായി മാറണം? നമുക്ക് കുറെ കാര്യങ്ങൾ അവർക്ക് കൊടുക്കണം. ആ ഒരു 14 വയസ്സിന്റെ ഉള്ളിൽ നമുക്ക് കൊടുക്കേണ്ട കാര്യങ്ങളാണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ
ഈ ഒരു മക്കളെ പൂക്കളാക്കാം എന്ന് പറയുന്ന ഒരു സംഭവത്തിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, 2 വയസ്സിന് താഴെയുള്ള മക്കളുള്ള ആളുകളൊന്ന് ജസ്റ്റ് യെസ് എന്നോ എന്തെങ്കിലും ഒരു ഏകദേശ റേഷൻ. 2 വയസ്സിന് താഴെയുള്ള മക്കളുള്ളവര്, 2 വയസ്സിന് താഴെ പ്രായമുള്ള മക്കളുള്ളവരൊന്ന് യെസ്. ഓക്കെ ഓക്കെ. ഷറഫു ഫഫൂറും. ഓക്കെ, 2 വയസ്സിന് താഴെയുള്ളവര് ഇത്രയും ആളുകൾ, ചെറിയ കുട്ടികളുടെ. ഇനി 10 വയസ്സിന് താഴെയുള്ളവർ, അഥവാ 2 വയസ്സിന് മുകളിലും 10 വയസ്സിന്റെ ഇടയിലുള്ള കുട്ടികളുള്ളവരൊന്ന് കൈകുട്ടി ഹാൻഡ് റൈസ് ചെയ്യാം. 2ന്റെയും 10ന്റെയും ഇടയിലുള്ള കുട്ടികൾ. ഓ, ഭൂരിപക്ഷം അതാണ്. ഇനി 10 വയസ്സിന്റെയും 19 വയസ്സിന്റെയും ഇടയിലുള്ളവരും കൈമുക്കണം. ഈ 10 വയസ്സിന്റെ താഴെയുള്ളവർ ഈ പിന്നെ റൈസ് ചെയ്യേണ്ട. ഏകദേശം എല്ലാ ഏരിയയിൽ നിന്നും ആളുകൾ ഉണ്ട് എന്നുള്ള കൺഫേം ആക്കണം. ഈ 10ന്റെയും 19ന്റെയും ഇടയിലുള്ള മക്കളുള്ള വയസ്സ് പ്രായമുള്ള മക്കളുടെ മാഷാ അല്ലാഹ്. ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങളുടെ മക്കളെ ഏറ്റവും നല്ല മക്കളായി മാറാൻ ഒരു ചെറിയൊരു ടിപ്പ് ഞാൻ പറഞ്ഞു. പക്ഷെ അത് ഈ ക്ലാസ്സിന്റെ ലാസ്റ്റ് നമ്മൾ ഏകദേശം 9 മണിന്റെ മുമ്പ് ക്ലാസ് അവസാനിപ്പിക്കും. 9 മണിന് മുമ്പ് എന്തായാലും അവസാനിപ്പിക്കണം, നിർബന്ധമായിട്ട് അവസാനിപ്പിക്കണം. അങ്ങനെ യാത്ര ഉണ്ട്, അപ്പോൾ ട്രെയിൻ ഉണ്ട്, അപ്പൊ എന്തായാലും 9 മണിന് മുമ്പ് നമ്മൾ സെഷൻ അവസാനിപ്പിക്കും. അപ്പൊ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ടിപ്സ് പറഞ്ഞുതരാം. നമ്മുടെ മക്കൾ ഏറ്റവും നല്ലവരായി മാറണമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുണ്ട് ഒരു ടിപ്പ്. അത് നിങ്ങൾ എന്നോട് ചോദിക്കണം മെസ്സേജിൽ. ഞാൻ മറന്നു പോവുകയാണെങ്കിലും അറിവുള്ള ആളാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, മറന്നു പോവുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ലാസ്റ്റ് മെസ്സേജ് അയച്ചിട്ട് ക്ലാസ് കഴിഞ്ഞതിന് മുമ്പ് ആ ടിപ്പ് ഒന്ന് ചോദിക്കണം. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ വരികയാണ്. മക്കളെ പൂക്കളാക്കണ്ടേ? അങ്ങനെയാണ് ആദ്യം നമ്മൾ അറിയേണ്ടത് നിങ്ങളുടെ മക്കളുടെ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ 2 വയസ്സിന് മുകളിലുള്ളവരാകുമ്പോഴാണ് കൂടുതൽ ഒരു ബോധ്യത്തിലേക്ക് വരിക, നമുക്ക് മനസ്സിലായി തുടങ്ങും. നിങ്ങളുടെ മക്കളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി, സവിശേഷത, പ്രത്യേകത എന്താണ്? ഇതാണ് ചോദ്യം. നിങ്ങൾ ഇന്ററാക്ട് ചെയ്യാൻ, നിങ്ങൾ അതിന് ആൻസർ ചെയ്യണം, മെസ്സേജ് അയച്ചാൽ മതി. ഒന്ന് ടൈപ്പ് ചെയ്യും. നിങ്ങളുടെ മക്കളുടെ, ഇപ്പൊ നമ്മൾ ഈ ഗ്രൂപ്പിൽ ഒരുപാട് ആളുകളുടെ, അപ്പൊ അത് വോയിസ് പിന്നെ ഓൺ ആക്കി കഴിഞ്ഞാൽ അത് ക്ലാരിറ്റി കിട്ടൂല. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. നിങ്ങളുടെ മക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരുപാട് പ്രത്യേകതകളുണ്ട്, അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഓരോന്നിങ്ങനെ വായിക്കുന്നുണ്ട്. ഇതിന്റെ പിന്നണിയിലുള്ള ആളുകൾ, വർക്കേഴ്സ്, അങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ കാണുന്നുണ്ട്, ഞാൻ നോക്കുന്നുണ്ട്. നിങ്ങളുടെ കുട്ടികളുടെ ഏറ്റവും വലിയ സവിശേഷത, ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണ്? സ്നേഹമാണ് എന്ന് പറയുന്നു. സ്നേഹമാണ്. നല്ല ഖുർആൻ പാരായണം ചെയ്യും. ഖുർആൻ നല്ല പാരായണം ചെയ്യും. ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉണ്ട്. ഓക്കെ ഗുഡ്, വെരി ഗുഡ്. ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉണ്ട്, മാഷാ അല്ലാഹ്. പറഞ്ഞത് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, വെരി ഗുഡ്. പഠിക്കും, നന്നായി ബുദ്ധിയുള്ളവരാണ്. സഹതാപുണ്ട്. ഓക്കെ, ഒരു പ്രത്യേകതയെങ്കിലും അറിയുന്നവരാണ് നല്ലൊരു ശതമാനം. പക്ഷെ പലപ്പോഴും ഞാൻ ചില ആളുകളോടൊക്കെ ചോദിക്കുന്നത്, നല്ല പാരന്റ്സ് ആണ്, ഒരു ബേസിക് ലെവലിലുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറയേണ്ടതില്ല. കാരണം നിങ്ങളുടെ മക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആലോചിക്കുന്ന കുറെ പാരന്റ്സ് ഉണ്ട്, എന്താ പോന്റെ പ്രത്യേകത എന്നാലോചിക്കുന്ന പാരന്റ്സ് ഉണ്ട്. ഞാൻ ചോദിക്കണത്, നിങ്ങളുടെ പിന്നെ അടുത്തൊരു പെന്നും അതുപോലെ നോട്ട് പുസ്തകവും ഉണ്ടാവും. ഇപ്പൊ സമയമില്ല, നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സെഷൻ കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ ഫസ്റ്റ് വർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ കുട്ടിയുടെ 10 പ്രത്യേകതകൾ, ഏറ്റവും പ്രാധാന്യമുള്ള 10 പ്രത്യേകതകൾ എഴുതുക എന്നുള്ളതാണ്. ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ആവശ്യം വരും. ഇതൊരു സ്റ്റാർട്ടിങ് മാത്രമാണ്. നമ്മുടെ എല്ലാവിധ വർക്കുകളും എല്ലാവിധ പണികളും ഈ സാധനം വെച്ചുകൊണ്ടാണ്. നിങ്ങളുടെ കുട്ടീന്റെ 10 പ്രത്യേകതകൾ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതണം. വലിയൊരു ചേഞ്ചാണ്, വലിയൊരു മാറ്റാണ് ഉണ്ടാവുക. ഓക്കെ, നമ്മുടെ മക്കൾ ഇങ്ങനെ നമ്മളെ വളരെ ചെറുപ്പത്തിൽ നല്ല ബന്ധം, സ്നേഹവും ആഴമേറിയ ബന്ധം ഉണ്ടാവും അല്ലേ? അവർക്ക് നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്, നമുക്ക് അവരേറ്റവും പ്രിയപ്പെട്ടവരാണ്. നമ്മൾ കാണാതിരിക്കാൻ അവർക്ക് സാധിക്കൂല. 3 വയസ്സുള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉമ്മയില്ലാതെ ജീവിതമില്ല, ഉപ്പയില്ലാതെ ജീവിതമില്ല. വേറെ എന്ത് കിട്ടിക്കഴിഞ്ഞാലും, എത്ര വലിയ കളിക്കോപ്പുകൾ കിട്ടിക്കഴിഞ്ഞാലും, വേറെ ആരെ കിട്ടിക്കഴിഞ്ഞാലും അവനെ ഉമ്മച്ചി മതി, എൻ്റെ ഉപ്പച്ചി മതി.
ഈ കുട്ടിയാണ് ഒരു 15 വയസ്സാകുന്ന സമയത്ത് ഉമ്മാനെ ആ ഇവിടെയുള്ള കുട്ടികളൊന്നല്ല കേട്ടോ തള്ളേന്ന് വിളിക്കണത്. പറഞ്ഞാൽ നിങ്ങളെ പണി നോക്കിക്കാണ് എനിക്ക് നിങ്ങൾ ഇങ്ങനെ എപ്പോഴും ഉപദേശിച്ചുകൊണ്ട് നടക്കുക എന്നൊക്കെ 15 വയസ്സായ ഒരു കുട്ടി പറയണത് ആലോചിച്ച് നോക്കൂ. ഈ 3 വയസ്സാകുമ്പോ 4 വയസ്സാകുമ്പോ 5 വയസ്സാകുമ്പോ എന്റെ അമ്മച്ചി മാത്രം മതി എന്ന് പറയുന്ന ആ കുട്ടിയാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് കുട്ടികളിൽ നിന്ന് പലരും, ഇല്ലേ? പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പാരന്റ്സ്, എന്തെങ്കിലും തരത്തിൽ മക്കളിൽ നിന്ന് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആള് സത്യസന്ധമായിട്ടൊന്ന് കൈയൊന്തിച്ചാട്ടെ. എങ്കിലും ഇവിടെ പറഞ്ഞാൽ മതിയല്ലോ, അല്ലെങ്കിൽ നമുക്ക് വേറെ വിഷയങ്ങൾ പറയാം. യെസ് യെസ് എന്തെങ്കിലും ഒരു പ്രശ്നം കുട്ടികൾ അനുഭവിക്കുന്നവര് ഭൂരിപക്ഷം ഉണ്ടാവും. എന്തെങ്കിലും പ്രശ്നം മക്കളിൽ നിന്ന് അനുഭവിക്കുന്നവരായിരിക്കും എല്ലാവരും സ്വാഭാവികമായിട്ടും. സത്യസന്ധമായിട്ട് പറയുന്നത് യെസ് യെസ് ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മക്കളിൽ ഒരു തെറ്റ് നമ്മൾ കാണുകയാണ്, ഒരു അബദ്ധം നമ്മൾ കാണുകയാണ്, എന്താ ചെയ്യുക? കുട്ടീൻ്റെ അടുത്ത് ഒരു തെറ്റ് നമ്മൾ കണ്ടു, കുട്ടീൻ്റെ അടുത്ത് ചെറിയൊരു ഫോൾട്ട് നമ്മൾ കണ്ടു, ഇല്ലേ? ഒരുപാട് കംപ്ലൈന്റുകളാണ്, എത്രയോ ആളുകൾ കംപ്ലൈന്റ്സുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കുട്ടീൻ്റെ അടുത്ത് ഒരു പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ കേട്ടോളൂ, അവന്റെ അടുത്ത് അവനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ആശങ്ക തോന്നണം. എന്റെ മോൻ ഇങ്ങനെ ആയല്ലോ, ആരെങ്കിലും നിങ്ങളെ കുട്ടീനെ കുറിച്ച് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് നിങ്ങളോട് വന്ന് പറഞ്ഞു, എന്തോ ആവട്ടെ, അഫയറിന്റെ കേസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വിഷയം, അവന്റെ ഒരു തെറ്റ് നിങ്ങൾ കണ്ടു, ദേഷ്യപ്പെടും. കൃത്യമായിട്ട് വളരെ മനോഹരമായിട്ടുള്ള സത്യസന്ധമായിട്ട് പറയേണ്ട ആൻസർ ഒക്കെ ചെയ്യുന്നു. ദേഷ്യപ്പെടും. ദേഷ്യം ഇതാണ് 80% ആളുകളും ദേഷ്യപ്പെടും. ഒരു തെറ്റ് കണ്ട ദേഷ്യപ്പെടുക, ഇത് മാത്രമേ നമുക്കറിയുള്ളൂ. പാരന്റിങ് ടെക്നിക്കിലെ ഒരു 150 ടെക്നിക്സുകളിലെ ഒരു ചെറിയൊരു ടെക്നിക്സ് മാത്രമാണ് ദേഷ്യപ്പെടുക എന്നുള്ളത്. എപ്പോഴെങ്കിലും യൂസ് ചെയ്യേണ്ട, വളരെ റെയർ ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ടൂളാണ്. അടിക്കും, അടിക്കുള്ള സത്യം പറഞ്ഞിട്ടുണ്ട്, അടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. യെസ്, കുട്ടിൻ്റെ അടുത്തൊരു തെറ്റ് കണ്ടാൽ, ഒരു പ്രോബ്ലം കണ്ടാൽ, നിങ്ങൾ ദേഷ്യപ്പെട്ടത് കൊണ്ടോ അടിച്ചത് കൊണ്ടോ പറഞ്ഞു മനസ്സിലാക്കും, വിഷമം വരും. അതുകൊണ്ടൊന്നും റിസൾട്ട് ഉണ്ടാവണില്ലല്ലോ. നിങ്ങൾ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്, മാറ്റില്ല. കാരണം രക്ഷിതാക്കൾ പറഞ്ഞാലെന്താ, ഞാൻ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, ആ ചെക്കന് നന്നാവൂല. പിന്നെ എന്തിനാ പറയണത്? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഗൂഗിൾ മീറ്റിൽ പങ്കെടുത്ത് നിങ്ങളോട് ഞാൻ പറയാൻ, ഒന്ന് ചെയ്തു നോക്കൂ. നിങ്ങളെ കുട്ടീനെ കുറിച്ച് ഒരു വിഷമം നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോ, അവൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ കുറ്റക്കേട് കാണിച്ചല്ലോ, പറഞ്ഞു കേൾക്കണില്ലല്ലോ, അവനെന്തോ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ, ഈ സംഗതി, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു 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 കുരുത്തക്കേടിൽ ചെന്ന് പെട്ടല്ലോ എന്ന് ആലോചിക്കുന്ന സമയത്ത് ഉടനെ നിങ്ങൾ ചെയ്യേണ്ടത്, ഒരാശങ്ക വരുമ്പോ നേരത്തെ നിങ്ങൾ എഴുതിയിട്ടുള്ള അവന്റെ പോസിറ്റീവ് ഉണ്ട് ഇല്ലേ, ആ പോസിറ്റീവ് നിങ്ങൾ ആലോചിക്കണം. 10 പോസിറ്റീവ് ഉണ്ട്, അതിൽ ഏതെങ്കിലും 1 or 2 പോയിന്റ് പോസിറ്റീവിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം മനസ്സിൽ. അതിനുശേഷം അവന്റെ ആ ഗുണം അവനോടോ അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ഒരാളോട് നിങ്ങൾ പറയണം, ഷെയർ ചെയ്യണം. ഈ ഒരു സൈക്കോളജിക്കൽ സീക്രട്ടാണ്. നമ്മൾ ആരും ചെയ്യുന്ന ഒരു സാധനം ആയിക്കൊള്ളുന്നില്ല. ഇത് എത്ര ആളുകൾ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചെയ്യാറുണ്ടോ? നമ്മളൊക്കെ പാരന്റ്സ് ആണ്, ഭയങ്കര സംഭവമാണെന്നാണ് നമ്മുടെ എല്ലാവരുടെയും വിചാരം. ഇങ്ങനെ ഒരു സംഗതി എത്ര ആളുകൾ ചെയ്യാറുണ്ട്? കുട്ടീൻ്റെ അടുത്ത് ഒരു ഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവന്റെ ഒരു പോസിറ്റീവ് നമ്മൾ ആലോചിച്ച ശേഷം അവനോട് പറയുക, അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും പറയുക. അതോടുകൂടെ നമ്മുടെ മനസ്സിൽ അവനെ കുറിച്ചുള്ള നെഗറ്റീവ്, അവരെ കുറിച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, നെഗറ്റീവ് ഇമേജ് എന്ന് പറഞ്ഞ സാധനം അത് തകരും. നേരെ മറിച്ച് ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത്, എന്റെ മോൻ അത് ചെയ്തു, അത് ചെയ്തു, പഠിക്കണില്ല, അങ്ങനെയാണ് കുരുത്തക്കെട്ടാണ്, മറ്റൊരു എറിഞ്ഞ് അങ്ങനാക്കി, ടീച്ചറിനെ പുറത്താക്കി, എങ്ങനെയാണ് പഠിക്കുന്നില്ല, ഇത് മനസ്സിൽ കിടന്ന് ഇങ്ങനെ പെരുക, കാണുന്നവരോട് മുഴുവൻ പറയാം, ഇത് കൂടി വരികയാണ്. പകരം നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കും. അവന്റെ ഒരു പോസിറ്റീവ് നിങ്ങൾ കാണുക, ആരോടെങ്കിലും അത് പറയും. അതോടുകൂടെ നിങ്ങൾ ആ പ്രശ്നത്തിൽ നിന്ന്, ആ ഒരു പ്രോബ്ലത്തിൽ നിന്ന് അവൻ മെല്ലെ മെല്ലെ വരും. അവിടെ മനസ്സിലെ ആ മോനെ കുറിച്ചുള്ള നെഗറ്റീവായിട്ടുള്ള, മോശപ്പെട്ടിട്ടുള്ള ഒരു ധാരണ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവനെ വളർത്താൻ കഴിയില്ല, പ്രയാസമായിരിക്കും. നേരെ മറിച്ച് ഈ ഒരു സാധനം ചെയ്യുകയാണെങ്കിലോ വലിയൊരു മാറ്റം ഉണ്ടാവും. ഞാൻ 2 ദിവസം മുമ്പ് അങ്ങനെ ഒരു യാത്രയിലാണ്. അപ്പോൾ വാരാണസി എന്ന് പറയുന്ന സ്ഥലം, ഉത്തർപ്രദേശിൽ തന്നെ വാരാണസി എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ പത്മാൻ എന്ന് പറയുന്ന ഒരു പള്ളി ഉണ്ട്, പത്മാൻ പള്ളി. അവിടേക്ക് ഇങ്ങനെ പോകുമ്പോൾ 2 കാഴ്ചകൾ ഇങ്ങനെ കണ്ടു. ഒരു കാഴ്ച എന്താന്ന് വെച്ചാല്,
പിന്നെ ആ പള്ളിന്റെ അവിടുന്ന് രണ്ട് ചെറിയ കുട്ടികൾ ഇങ്ങനെ തല്ലുകൂടാണ്, അടികൂടാണ്. അടികൂടുമ്പോ ചെറിയ കുട്ടി എന്ത് ചെയ്തു, നിലത്ത് വീണു. അപ്പൊ മറ്റേ കുട്ടി അവന് വേണച്ചിട്ട് ചെയ്തല്ല, തമാശക്ക് അവർ കളിക്കുന്നതിനിടയിൽ കൂടപ്പോ ചെറിയ കുട്ടി കരഞ്ഞു. അപ്പൊ ഇവൻ പേടിച്ചു. അപ്പുറത്ത് പിന്നെ ഓന്റെ വാപ്പയാണെന്നാ തോന്നുന്നത് ഒരു ആളുണ്ടായിരുന്നു. അയാൾ എന്ന് പറഞ്ഞിട്ട് ഓടി വന്നിട്ട് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഓടി വരികയാണ്. ഞാൻ കറയെത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി ഇങ്ങോട്ട് വരാം. ഈ കുട്ടി ഓടി. ഈ വാപ്പ അല്ലെങ്കിൽ ഈ വ്യക്തി ദേഷ്യം കൊണ്ട് നല്ല തമാശ രൂപത്തിലാണ്, അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരൊക്കെ ചിരിക്കുന്നുണ്ട്. അന്നെ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടാ വരുന്നത്, ഇതിന്റെ കുട്ടിനെ കാട്ടൂലിടാ. അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാ ചെയ്യണത് ചെറിയതിനെ. ഈ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നമ്മളുണ്ടല്ലോ കുട്ടികളെ തമാശ കാണിച്ചു തരാണ് എന്റെ പറഞ്ഞ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നാലെ കൂടിയതാ. പക്ഷെ ഈ കുട്ടി പേടിച്ചിട്ട് അമ്മീന്ന് വിളിച്ചിട്ട് അവൻ ആ പള്ളിന്റെ ബാക്കിലോട്ട് ഓടുകയാണ്. മനസ്സിങ്ങനെ പടഞ്ഞു പോയി. കാരണം എന്റെ ചൈൽഡ്ഹുഡിലിട്ട് ചിലപ്പോൾ അതേപോലെ എന്തെങ്കിലും സമാനമായ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവാം. ആ കുട്ടി ഭയങ്കര പേടിയിലാണ്. വാപ്പ തമാശയിലാണ്, കൂടുള്ളവർക്കൊക്കെ തമാശയാണ്. പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീകരമായ ഒരു കുറ്റവാളിയുടെ പിന്നാലെ ഒരു പോലീസുകാരൻ വരുന്ന പോലെയാണ്. അവൻ ആ വിളിച്ച വിളിയൊക്കെ കേൾക്കണം. അവൻ ചെയ്ത തെറ്റല്ല, അവൻ അറിയാതെ സംഭവിച്ചു പോയതാണ്. അതിന്റെ പിന്നാലെ അവന്റെ വാപ്പ അങ്ങനെ വച്ചിട്ട് വരുന്ന സമയത്ത് പേടിച്ച് നിലവിളിച്ചിട്ട് അവൻ ഓടിപ്പോവാണ്. നോക്കൂ നിങ്ങള്, ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു ഇൻസിഡന്റ്, ഈ ഒറ്റ സംഭവം, ഇത് ഈ കുട്ടിന്റെ ലൈഫിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും. ഇതിന് ട്രോമ എന്നാ പറയും. ഇത് പാരന്റ്സിനെ തിരിച്ചറിയോ? ഒരു 2 ആഴ്ച മുമ്പ് ഇങ്ങനെ ഒറ്റപ്പാലത്ത് നിന്ന് ഇങ്ങനെ ഒരു പള്ളിന്റെ പരിസരത്ത് തന്നെ ഒരു കുട്ടി ഇങ്ങനെ പുറത്ത് നിൽക്കാണ് കടന്റെ ഉള്ളിൽ. അപ്പൊ കുട്ടിന്റെ വാപ്പ ഉള്ളിൽ. അപ്പൊ പുറത്തുള്ള കടക്കാരവൻ ഇങ്ങനെ കളിയാക്കാണ്, വെറുതെ എന്റെ വാപ്പക്ക് എന്നെ വേണ്ട. കുട്ടിന്റെ മുഖത്തിന് എന്തോ ആകുന്നുണ്ട്. അവനെങ്ങനെ തമാശ രൂപത്തിൽ ഇൻസൾട്ട് ചെയ്യാണ്, മനഃപൂർവ്വമല്ല, അല്ലെങ്കിൽ വേണച്ചിട്ടല്ല. നമ്മൾ കുട്ടികളെ തമാശക്ക് വേണ്ടി ചെയ്യൂലേ, അന്ന അവിടുന്ന് കിട്ടിയതാണ്, എന്റെ ഉപ്പാക്ക് എന്റെ മകനെ ഇഷ്ടമില്ല. ഇത് കുട്ടിക്ക് ഇത് തമാശയെന്ന് അറിയില്ല. അവളുടെ മുഖം ഇങ്ങനെ കാണണം നിങ്ങൾ. അപ്പൊ ഇന്നലെ അവിടെ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഈ പള്ളിയിൽ ഞാൻ ഈ വാപ്പനോട് ഇങ്ങനെ സംസാരിച്ചു. കൂടുതൽ നേരം സംസാരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ആ കുട്ടിനെ ആശ്വസിപ്പിക്കണം എന്നും സമാധാനിപ്പിക്കണം എന്നൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ കഴിയില്ല, കാരണം അവരെങ്ങനെയാണ് അതിനെ എടുക്കാന്നൊന്നും പറയാൻ പറ്റില്ല. അത്ര എഡ്യൂക്കേറ്റഡ് ആയ ആളുകളൊന്നുമല്ല. അപ്പൊ ആ കുട്ടിയുടെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു 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 നെഗറ്റീവായിട്ടുള്ള സംഭവം ഇത് അവനെ എഫക്ട് ചെയ്യും. ഈ കുട്ടി വലുതായാലും ഈ സംഭവം എഫക്ട് ചെയ്യും. ഇങ്ങനെ 100,000 സംഭവങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. ആ സംഭവങ്ങൾ വലുതായാൽ പോലും നമ്മളെ പലതരത്തിൽ എഫക്ട് ചെയ്യും. അത് എങ്ങനെയൊക്കെയാണ് എഫക്ട് ചെയ്യാന്നുള്ളതൊന്നും പറയാൻ നമുക്ക് സമയമില്ല. വിശാലമായൊരു സബ്ജക്റ്റാണ്. നമുക്ക് ഈ ഒരു ടോപ്പിക്കിന് ഏറ്റവും ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും കൊണ്ടുപോകണം. എന്നാലേ നമുക്ക് ഈ ഒരു സ്കില്ല്, പാരന്റിങ് എന്ന് പറയുന്ന കല ചെറുതായിട്ട് മനസ്സിലാവുള്ളൂ. അതേപോലെ പത്മാൻ പള്ളിയിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് മറ്റൊരു കാഴ്ച കണ്ടത്, വീട്ടിന്റെ മുകളിൽ നിന്ന് വാപ്പാക്ക് സാധനം വാങ്ങാൻ വേണ്ടി സഞ്ചി അതിൽ കയറ് കെട്ടിട്ട് ഇങ്ങനെ നിലത്ത് കെട്ടി വിടാം. സൗണ്ട് കിട്ടോ? സൗണ്ട് കേൾക്കുന്നില്ലേ? സൗണ്ട് കേൾക്കുന്നുണ്ട്. സൗണ്ട് കേൾക്കാത്ത ആളുകൾ ഒന്നെങ്കിൽ അവരുടെ ഫോണിന്റെ സൗണ്ട് കൂട്ടുക, അതല്ലെങ്കിൽ ഒന്ന് ലെഫ്റ്റ് അടിച്ചിട്ട് രണ്ടാമത് റീജോയിൻ ചെയ്യുക കേട്ടോ. ഓൾറെഡി മുസ്താന്റെ സൗണ്ട് ഓക്കെയാണ്. ഓക്കെ. ഞാൻ രണ്ടാമത്തെ സംഭവം പറഞ്ഞത് വെച്ചാൽ, ഈ പത്മാൻ പള്ളിയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് തന്നെ അവിടെ തന്നെയാണ് കണ്ടത്. ഇതിന്റെ മുകളിൽ നിന്നൊരു കുട്ടി ഇങ്ങനെ വാപ്പാക്ക് ഇങ്ങനെ സഞ്ചിട്ട് കൊടുക്കണം താഴത്ത്. അമ്പനെ വിളിച്ചാണ്ട് ഭയങ്കര ഒരു ലവബിൾ ആയിട്ടുള്ള ഒരു മോൻസ്. ചെറിയ ഒരു കുടിലാണ്. അവരെ തമ്മിലുള്ള ഒരു രണ്ട് സാധനം ഞാൻ അങ്ങനെ കാണാണ്. ഒരാഴ്ചന്റെ മുമ്പ് നടന്ന സംഭവമാണ്. ഈ ക്ലാസ്സിൽ എന്ത് പറയണമെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ രണ്ട് എക്സാമ്പിളുകൾ ഇങ്ങനെ മനോഹരമായിട്ടൊരു എക്സാമ്പിളും വളരെ മോശപ്പെട്ട അല്ലെങ്കിൽ ആ കുട്ടിക്ക് സംഭവിക്കാൻ പാടില്ലാത്തൊരു സംഭവം. ഇതൊക്കെ കാണുമ്പോൾ ഒരാൾക്ക് പോലും ഇതൊരു മോശമെന്ന് തോന്നൂല. അവിടെ ഒരിക്കലും തോന്നൂല. ഒരു കുട്ടീനെ അടിക്കുകയാണ്, സ്ട്രോങ് ആയിട്ട് ചീത്ത പറയാണ്, അങ്ങനെയൊക്കെ ആകുമ്പോഴാ എന്തൊരു വാപ്പയെന്ന് ചോദിച്ചു. ഇതൊന്നും എല്ലാവരും തമാശയായിട്ട് എടുക്കുന്നത്. പക്ഷെ ആ കുട്ടിയുടെ മനസ്സ് കാണാനുള്ള ഒരു മനസ്സ് അവിടെ ഉണ്ടാവുന്നില്ല. അപ്പം അത്ഭുതകരമായിട്ടുള്ള ശ്രദ്ധകൾ, ചില സംഗതികൾ നമ്മുടെ പാരന്റിങ്ങിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ അവരിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ കുട്ടികളൊക്കെ, ചെറിയ മക്കള് ഈ പിച്ച തെണ്ടുന്ന സമയത്ത് അവരുടെ മുഖം കാണുമ്പോൾ നമുക്ക് നമ്മുടെ മക്കളുടെ മുഖം ഓർമ്മ വന്ന് നമ്മൾ കുടുങ്ങി. ചെറിയ കുട്ടികൾ കാണാൻ പിന്നാലെ വന്നിട്ട് അങ്ങനെ അന്നേരം കുറേ വീഡിയോസ് എടുത്തു. ഗല്ലികളിലൂടെ ഇങ്ങനെ പോവാണ്. അവർ പിന്നാലെ വന്നാണ്ട് എന്തെങ്കിലും തരാൻ വേണ്ടി പിന്നാലെ ഇങ്ങനെ ജുബമ്മ പിടിച്ച് തൂങ്ങാണ്. നമ്മുടെ മക്കളുടെ മുഖം ഇങ്ങനെ അവരിലേക്ക് ഇങ്ങോട്ട് കമ്പൈൻ ചെയ്ത് ചിന്തിച്ചാൽ പിന്നെ നമ്മൾ തകർന്നു പോയി. നമ്മൾ എന്തിനും കൊടുക്കില്ലാതെ നിവർത്തി ഉണ്ടാവില്ല.
പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെ ഒരു ഫേസ് കട്ടൊക്കെ ഉള്ള ഏതെങ്കിലും ചെറിയ കുട്ടികൾ തെരുവിലൊക്കെ കിടക്കുമ്പോൾ അല്ലെ, അപ്പൊ നമുക്ക് അത്രയും വലിയൊരു, ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അത്രയും വലിയൊരു, എന്താ പറയാ, വലിയൊരു കൺസേൺ ആണ്. വല്ലാത്തൊരു ഇമോഷണൽ ബോണ്ട് നമുക്ക് നമ്മുടെ മക്കളോടുണ്ട്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് നമ്മുടെ മക്കൾ. നമ്മുടെ ആർക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ നമുക്ക് വിഷമം ഉണ്ടാവും നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മള് നമ്മള് നമ്മുടെ മക്കളുള്ള എല്ലാ കാലവും നമ്മൾ ഉണ്ടാവില്ല. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പടച്ചവന്റെ കീഴിലാണ്. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായി പോകുന്നതിന് മുമ്പ് നമ്മുടെ മക്കൾക്ക് ചില പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം, അവർക്ക് ചില മെസ്സേജുകൾ കൊടുക്കണം, അവർക്ക് ചില ട്രെയിനിങ്ങുകൾ കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇത് വലിയൊരു വിഷയമാണ്, വലിയൊരു സ്കില്ലാണ്. അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ പാരന്റിങ് പ്രോബ്ലം കൊണ്ടാണുള്ളത്. നമ്മൾ കാണുന്ന ഒരുപാട് ഡിവോഴ്സ് പ്രശ്നങ്ങൾ അടക്കം, ഞാൻ ആ വിഷയത്തിലേക്ക് വരികയാണ്. എല്ലാ പ്രശ്നങ്ങളും പാരന്റിങ്ങിന്റെ ശ്രദ്ധയില്ലായ്മ കൊണ്ടാണ്. നമുക്കെല്ലാം അറിയാമെന്നാണ് നമ്മുടെ വിചാരം. നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത് പാരന്റിങ്ങിൽ? നീന്താൻ പഠിക്കാതെ നീന്താൻ കഴിയോ? കുറച്ച് കാലെങ്കിലും ഇനി മെനക്കെടണ്ടേ? ഡ്രൈവിംഗ് പഠിക്കാതെ എങ്ങനെ ഒരാൾ വണ്ടി ഓടിച്ചു പോവോ? ഫസ്റ്റ് എത്ര കാലം, ഒരാഴ്ച, ചുരുങ്ങിയത് ഒരാഴ്ച അതിന്റെ പിന്നാലെ നടക്കണ്ടേ? മക്കളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെയാ പഠിച്ചിട്ടുള്ളത്? ആ ഒരു ട്രെയിനിങ് ഇല്ലാതെ പഠിച്ച ആളുകൾ ഉണ്ടാവും. പക്ഷെ അതിൽ നമ്മൾ എത്രത്തോളം നമ്മൾ അതിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിനനുസരിച്ച് നമ്മുടെ ലൈഫിൽ ഉപകാരം ഉണ്ടാവും. അപ്പൊ അത് മനസ്സിലാക്കിയാൽ മാത്രമേ, തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ മക്കളെ നല്ല രൂപത്തിൽ നല്ല പ്രൊഡക്റ്റുകളാക്കി മാറ്റാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു സത്യം ഈ ഒരു സെഷനിൽ നമ്മൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കിയിരിക്കാം. പടച്ചോൻ തോഫീക്ക് നൽകുമാറാണ്. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, കാസർഗോഡുള്ള സിദാൻ എന്ന് പറയുന്ന ഒരു കുട്ടി എൻ്റെ ലൈഫിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ ഞാൻ ആ കുട്ടിയോട് ഇങ്ങനെ സംസാരിക്കുന്നത്, ഒരു 13 വയസ്സൊക്കെ പ്രായമായിട്ടുണ്ടാവും ആ കുട്ടിക്ക്. അപ്പൊ അവന്റെ 6ാമത്തെ വയസ്സിൽ അവന്റെ ആരെങ്കിലൊക്കെ ഇപ്പൊ ഈ ഗ്രൂപ്പിൽ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. 6ാമത്തെ വയസ്സിൽ അവന്റെ പിന്നെ ഉപ്പ മരണപ്പെടുന്നു. 12ാമത്തെ വയസ്സിൽ ഉമ്മ മരണപ്പെടുന്നു. മോളെ ഒന്ന് ലെഫ്റ്റ് ആയിട്ടൊന്ന് വന്ന് നോക്കൂട്ടോ, അല്ലെങ്കിൽ വോയിസ് കൂട്ടിയോ? കേൾക്കുന്നുണ്ടല്ലോ. യെസ് യെസ്. ഈ സിദാൻ എന്ന് പറയുന്ന കുട്ടീന്റെ ഉമ്മയും ഉപ്പയും മരിച്ചൊരു കുട്ടി. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ എന്താണ് അവന്റെ അവസ്ഥ? ഒന്നും മിണ്ടാത്തൊരു കുട്ടി, ആരോടും ഇങ്ങനെ നിർഗുണ പരബ്രഹ്മം എന്നൊക്കെ പറഞ്ഞ മാതിരി ഇങ്ങനെ കുട്ടി. അങ്ങനെ ഞാൻ അവനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. ഞാൻ ആലോചിക്കുന്നത്, നമ്മുടെ മക്കൾ ഇതേപോലെ ആയിക്കൂടെ? നമുക്ക് ഈ ഭൂമിയിലെ ആയുസ്സൊന്നും ഒരിക്കലും ഗ്യാരണ്ടി അല്ലല്ലോ. നമ്മൾ ഇവിടുന്ന് പോയാലും അവർക്ക് ഇവിടെ ജീവിക്കാനുള്ള നമ്മുടെ ഭാഗത്തു നിന്നുള്ള പിന്നെ എന്താ പറയാ, അറിവുകൾ നമ്മൾ കൊടുത്തിരിക്കണം. അവർക്ക് വളരാനുള്ള, എങ്ങനെ ജീവിക്കണം എന്നുള്ളതിന്റെ പാഠങ്ങൾ കൊടുക്കേണ്ടത് ടീച്ചറോ ഉസ്താദോ അല്ല. അതൊക്കെ അറിവുകൾ, പിന്നെ മോർ ഇൻഫർമേഷൻസ് ആണ്. അവര് പിന്നെ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ പിന്നെ വാല്യൂസിന്റെ വലിയൊരു ഹയർ സ്ഥാനം, ഏറ്റവും ബേസ് ആയിട്ട് റസൂലുള്ള പറയണ അൽ ഉമ്മ അൽ മദ്രസത്തുൽ അവ്വൽ, ഉമ്മയാണ്, പിന്നെ ഉപ്പയാണ്. ഉമ്മയിൽ നിന്നൊരു കുട്ടിക്ക് 5 വയസ്സിന് മുമ്പ് കിട്ടുന്ന പാഠങ്ങൾ ലോകത്ത് ഒരു യൂണിവേഴ്സിറ്റി ഒന്നും കിട്ടൂല. ആ 5 വയസ്സിന് മുമ്പ് എങ്ങനെ എപ്പോൾ എന്ത് രൂപത്തിൽ കുട്ടീനോട് പെരുമാറണം എന്നൊരു ഉമ്മ പഠിച്ചു കഴിഞ്ഞാണ്ടല്ലോ, ആ കുട്ടി ഇങ്ങനെ പിടിച്ചാൽ കിട്ടൂല, ഹയർ ലെവലേക്ക്. അത് മുല കൊടുക്കുന്നത് മുതൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇല്ലാതായാൽ പോലും നമ്മുടെ മക്കൾ ഇവിടെ ജീവിക്കണം. അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ദൗത്യം തന്നെ, നമ്മുടെ മക്കളിലേക്ക് നമ്മൾ നന്മകൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഈ കുട്ടീനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പം എൻ്റെ മനസ്സിൽ വരുന്ന, നമ്മൾ ഇവിടെ നിന്ന് ഇല്ലാതായാലും നമ്മുടെ മക്കൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയണം. അതിന് ഞാൻ പ്രധാനപ്പെട്ട ഒരു സാധനം പറഞ്ഞുതരാം, വളരെ പ്രധാനപ്പെട്ട ഒരു സാധനം. അഥവാ പാരന്റിങ്ങിലെ 2 സ്റ്റൈലുകളുണ്ട്. 2 സ്റ്റൈൽ. ഒന്ന് ഷഫക്കത്ത് എന്ന് പറയുന്ന ഒരു സ്റ്റൈലാണ്, മറ്റൊന്ന് അലമത്ത് എന്ന് പറയുന്ന സ്റ്റൈലാണ്. ഷഫക്കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വാത്സല്യത്തോടുകൂടെ, വളരെയധികം മേഴ്സിയോടുകൂടെ, വളരെയധികം ഫ്രണ്ട്ഷിപ്പോടുകൂടെ, വളരെയധികം ഫ്രീഡത്തോടുകൂടെ മക്കളോട് പെരുമാറുന്ന ഒരു പാരന്റിങ്ങിനാണ് ഷഫക്കത്തിന്റെ പാരന്റിങ് എന്ന് പറയുന്നത്, ഒരു മേഴ്സി പാരന്റിങ്. ഇത് നല്ലൊരു പാരന്റിങ് ആണല്ലോ അല്ലെ? ഇത് നല്ലൊരു സാധനമല്ലേ? ഇങ്ങനല്ലേ വേണ്ടത്? ഇങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത് അല്ലേ? മക്കളോട് വളരെ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ അവർ ചോദിക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് വളരെയധികം വാത്സല്യപൂർവ്വം നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്ന, അവരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു പാരന്റിങ് ഭയങ്കര ഇഷ്ടമാണ് മക്കളെ. മക്കൾക്ക് നല്ല ഫ്രീഡാണ്. വാപ്പാന്റെ മേത്തൊക്കെ ഓടി വന്ന് കേറി ചാടി കളിക്കണ, ഓരോ ചീത്ത പറയില്ല, ഒന്നും ചെയ്യില്ല. ഇതിനാണ് ഷഫക്കത്ത് എന്ന് പറയാം. മേഴ്സി പാരന്റിങ്. കൂട്ടരെ,
ഞാനിപ്പോ ഈ റൂമിൽ ഇരിക്കുന്ന സമയത്ത്, ഞാനിപ്പോ ഈ റൂമിൽ ഇരിക്കുമ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് ഒരു ഡിവോഴ്സ് കേസ് ഞാൻ അങ്ങനെ കേൾക്കുകയാണ്. അഥവാ എന്റെ ഇവിടെ വന്നിരിക്കുന്ന ആളുടെ മകള്, ആ മകളെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഭർത്താവ് വീട്ടിലേക്ക് പോയിക്കുക. ഡിവോഴ്സ് കേസാണ് കേൾക്കുന്നത്. വാപ്പ അവിടെ ഉണ്ട് എന്റെ കൂടെ, വാപ്പന്റെ കൂടെയാണ്. മകൾ അവിടുന്ന് വിളിച്ചിട്ട് ഇങ്ങനെ കരഞ്ഞു വാപ്പാണ്ട് പറയാം, ആ വീട്ടില് ഈ മരുവൻ വന്നിട്ടുണ്ട്, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്, ഡിവോഴ്സിന്റെ വക്കിലെത്തി നിൽക്കുക. ആ ഒരു സംഗതി എന്തുകൊണ്ടാണ് ഉണ്ടായത് അറിയോ? ആ ഒരു സംഗതിയുടെ ഒരു റീസൺ എന്ന് പറയുന്നത് ആരുടെയും കുറ്റമല്ല. ഈ സാധനം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഉണ്ടാവുക. പാരന്റിങ്ങിന്റെ ഓവർ പാരന്റിങ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. അഥവാ ഷഫക്കത്ത് മാത്രം കൊടുക്കുന്ന പാരന്റിങ്. അതിനപ്പുറത്തുള്ള ആളമത്ത് എന്ന് പറയുന്ന ഒരു പിതാവ് പിതാവായി നിൽക്കുന്ന, ഒരു മാതാവ് മാതാവായി നിൽക്കുന്ന, ആ മാതൃത്വത്തിന്റെ ബോധത്തിലേക്കും അധികാരത്തിലേക്കും നിൽക്കുന്ന ഒരു സ്റ്റൈൽ പാരന്റിങ് തീരെ ഇല്ലാത്തതുകൊണ്ടാണ്. രണ്ടും വേണം. ഈ രണ്ട് സംഗതിയും പലയിടത്തും ഉണ്ടാവില്ല. ചിലർ ഷഫക്കത്ത് ഭയങ്കര ഉഷാറായി കാരം, മറ്റേത് തീരെ ഉണ്ടാവില്ല. മറ്റേ സാധനം അഥവാ ഒരു ജലാലിയത്തിന്റെ അളമത്ത് എന്ന് പറയുന്ന ഒരു ഉപ്പയുടെ ഗൗരവത്തിൽ നിൽക്കുക, ഉമ്മയുടെ അധികാരത്തിലും ഗൗരവത്തിലും നിൽക്കുക, പോറ്റുന്ന ഒരു മാതാവിന്റെ ഭാവം, രക്ഷാധികാരിയായ ഉപ്പയുടെ ഭാവം, അതാണ് മറ്റേ പാരന്റിങ്. അവിടെ മാത്രം നിൽക്കുക, ഉപദേശങ്ങൾ കൊടുക്കുക, വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക, ഗൈഡൻസ് കൊടുക്കുക. ആ ഒരു സാധനം ഇങ്ങനെ സ്ട്രോങ് ആയി മറ്റേത് തീരല്ലെങ്കിൽ അതിനേക്കാളും വലിയൊരു ഡേഞ്ചറായ പാരന്റിങ് ഒന്നുമില്ല. ഷഫക്കത്തിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാം? ഷഫക്കത്ത് മാത്രമായി കഴിഞ്ഞാൽ കുട്ടികൾ എന്താ വെച്ചാൽ സൂയിസൈഡ് വരെ ഈസി ആയിട്ട് സൂയിസൈഡ് ചെയ്യും. ഷഫക്കത്ത് മാത്രമാണ് അവർക്ക് ലൈഫിനെ ഒന്നും നേരിടാൻ കഴിയില്ല. നിങ്ങൾ ഹോസ്റ്റൽ ലൈഫ് വെച്ചൊക്കെ ബന്ധമുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ ഈ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന ചിലപ്പോ പിന്നെ എന്ത് ചെയ്യും ഈ കുട്ടി, പിന്നെ എന്താ പറയാ, കുട്ടികൾ അടുത്തേക്ക് വന്നാണ്ട് പറയും, സാർ എനിക്ക് ആത്മഹത്യ ചെയ്യാം. ഒരു പീടി പോണം എന്ന് പറഞ്ഞ മാതിരിയാ പറയാം, ആത്മഹത്യയാണ്. അവരുടെ പാരന്റിങ് പരിശോധിച്ച് നോക്കുമ്പോൾ ജീവിതത്തിൽ ഒരു പ്രയാസം അവർ അനുഭവിച്ചിട്ടില്ല. ഭയങ്കര കെയറിങ് ആണ്. നമ്മൾ കരുതും പാരന്റിങ് കാരണം അതാണെന്നാണ്. ഭയങ്കര വാത്സല്യാണ്. ജീവിതത്തിലൊരു പ്രോബ്ലത്തെ നേരിട്ട് ശീലമില്ല. സൈക്കോളജി പറയുന്നത്, നിങ്ങളുടെ മക്കൾ ആവശ്യപ്പെടുന്ന 100% സാധനങ്ങളും നിങ്ങൾ അവർക്ക് മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരിക്കലും നല്ല കുട്ടികളായി മാറില്ല. 80% സാധനങ്ങളെ മേടിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ആവശ്യം, അനാവശ്യം, അത്യാവശ്യം, ഇത് 3 കാര്യങ്ങൾ. അനാവശ്യമായ സാധനങ്ങൾ മേടിച്ചു കൊടുക്കരുത്. അതിൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ നിർബന്ധമായി മേടിച്ചു കൊടുക്കണം. എന്നാൽ ആവശ്യമുള്ള കാര്യങ്ങളിൽ തന്നെ 100% നിങ്ങൾ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം പറയുമ്പോഴേക്ക് മേടിച്ചു കൊടുക്കുക. അവിടെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ റിജക്ഷൻ എന്ന് പറഞ്ഞ സാധനം അവർക്ക് അറിയില്ല. ഈ കുട്ടികൾ നാളെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇവർക്ക് ഒന്നും അറിയില്ല. ഇവർക്ക് ചോദിച്ചതും ആഗ്രഹിച്ചതും മുഴുവനും കിട്ടിയതേ ശീലമുള്ളൂ. ഇതേപോലെ എല്ലാ മനുഷ്യന്മാരാവൂല. അവിടെ എത്തുമ്പോൾ കുട്ടി ബേജാറാണ്, ഇത് എന്ത് മനുഷ്യനാണ്, ഇതിന്റെ ലൈഫല്ലല്ലോ, ഞാൻ ഇത്രയും കാലം ഇങ്ങനെയല്ലല്ലോ ജീവിച്ചത്. അവിടെ കുട്ടിക്ക് പ്രശ്നമാണ്. ജീവിതത്തിൽ ഇനി നമ്മൾ കരുതിയത് മാത്രമല്ലല്ലോ സംഭവിക്കുക. റിജക്ഷൻ എന്ന് പറഞ്ഞ സാധനം നമ്മൾ കരുതിയത് കിട്ടാതിരിക്കുമ്പോൾ ഈ കുട്ടിക്ക് സഹിക്കൂല. അത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മുലപ്പാല് പോലും ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, എപ്പോഴും കൊടുക്കാൻ പാടില്ല. കുട്ടി കുറച്ചൊന്ന് കരയണം എന്നുള്ളതാണ്. അത് വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ട ഒരു എഡിയുള്ള സ്റ്റേറ്റ് ആട്ടോ. അത് ഭയങ്കര നമ്മൾ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കണം. കാരണം ഇത് തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണത്. കുട്ടിനെ കരയിപ്പിക്കണമെന്നല്ല പറഞ്ഞത്. തോന്നുന്നത് മുഴുവൻ നിങ്ങൾ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ആവശ്യമുള്ളത് മുഴുവനും മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഉമ്മേ പൊന്നാരെ വാവേപ്പിച്ചിട്ട് കുട്ടിക്ക് എന്താ വേണ്ടി, ഉമ്മന്റെ കുട്ടിക്ക് എന്താ വേണ്ടി, ഇതന്നെ ഉള്ളൂ. 5 വയസ്സിന് മുമ്പല്ലട്ടെ, 5 വയസ്സിന് ശേഷം +1 പഠിക്കുമ്പോഴൊക്കെ അങ്ങനെ തന്നെ. തേനൊലിപ്പിച്ച് കുട്ടിക്ക് ജീവിതത്തിൽ ഒരു നെഗറ്റീവായ സംഭവം ഈ കുട്ടീന്റെ ലൈഫിൽ സംഭവിച്ച് പരിചയമില്ല. കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോഴേക്കും അല്ലാ താങ്ങാൻ കഴിയില്ല, കുട്ടി പോയി ആത്മഹത്യ ചെയ്യും. എല്ലാം ചെയ്യാ. എത്ര കേസുകൾ ഉണ്ടല്ലോ. ഇപ്പൊ അരമണിക്കൂർ മുമ്പുള്ള സംഭവം വെറുതെ പറയല്ല. അപ്പൊ അവരൊക്കെ റൂമിൽ നിന്ന് പുറത്തു പോയിക്കാൻ ക്ലാസ് എടുക്കാൻ വേണ്ടി. അതെന്താ? ഈ സാധനം മാത്രമാണ്. ഇത് രണ്ടിന്റെ ഇടയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സാധനമുണ്ട്. ഒരു പ്രാപ്തിയും കുട്ടിക്ക് ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഏറ്റവും ചെറിയ കുട്ടി അല്ലെങ്കിൽ ഒറ്റ കുട്ടി മാത്രമേ ഉള്ളൂ. ഈ കുട്ടിക്ക് ഒന്ന് പീടി പോകാൻ പോലും അറിയില്ല, ഒരു സാധനം വാങ്ങാൻ അറിയില്ല. കാരണം എന്താ? ഓന് പോണ്ട, പുറത്തേക്ക് ഇറങ്ങിയ ഉറുമ്പിരിക്കും അല്ലെ, തലി വെച്ചാല് പേന. ഇങ്ങനെ വാത്സല്യത്തിന്റെ ആഴത്തിൽ വളർത്തിയ ഈ കുട്ടിക്ക് ഒരു പ്രാപ്തിയില്ല. ഒരു സൈക്കിളിൽ പോലും കയറാൻ സമ്മതിക്കൂല, ജസ്റ്റ് ഒന്ന് വീണിട്ട് പോലും ഉണ്ടാവൂല. അങ്ങനെ ഒരു അമൂൽ ബേബി ആക്കിയിട്ടേക്കാണ് വളർത്തിയിട്ടുണ്ടാവുക.
ഈ കുട്ടിക്ക് എന്തെങ്കിലും കഴിവുണ്ടാവോ? എന്തെങ്കിലും കഴിവുണ്ടാവും. പഠിക്കും കുട്ടി, പക്ഷെ ജീവിതത്തിൽ ഒരു സാധനം എനിക്ക് നേരിടാൻ കഴിയില്ല. കാണാപ്പാടം പഠിക്കാൻ ഒരു ബുദ്ധി ഉണ്ടാവും, ഭയങ്കര ട്യൂഷനും കാര്യങ്ങളൊക്കെ കരം. ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ലൈഫ് ഉണ്ടല്ലോ, ഒരു ഐഡിയയും കുട്ടിക്ക് ഉണ്ടാവില്ല. ജീവിതത്തിൽ ഒരു പ്രോബ്ലത്തെ നേരിട്ട് ശീലം ഉണ്ടാവില്ല. അനങ്ങ അവിടെ ആ ഒരു സാധനമാണ്. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ, ഒരു നായ പിന്നാലെ, തമാശക്ക് പറയാറുണ്ട്, ഒരു നായ പിന്നാലെ കൂടിയാൽ വരെ എന്ത് ചെയ്യും? നായ പിന്നാലെ കൂടിയാൽ കുട്ടി ഇപ്പാക്ക് ഫോൺ വിളിച്ച് ചോദിക്കും, ഇപ്പ നായ വരുന്നുണ്ട്, എല്ലാ കുട്ടികളും ഓടി, ഞാൻ ഓടട്ടെ? സ്വന്തമായി ഒരു തമാശ പറയാൻ ഒരു ഡിസിഷൻ എടുക്കാൻ പോലും കഴിയാത്ത അത്രയും കഴിവില്ലാത്ത ആളായി മാറും. ഏത്? നമ്മുടെ പാരന്റിങ്ങിന്റെ 2 സ്റ്റൈലിലെ ഷഫക്കത്ത് എന്ന് പറയുന്ന മേഴ്സി പാരന്റിങ് മാത്രമാണെങ്കിൽ മറ്റേ സാധനം കൊടുക്കണം. മറ്റേ സാധനം എന്ന് പറഞ്ഞാൽ അളമത്താണ്. അവിടെ ഗൈഡൻസ് വേണ്ടി വരും. അവിടെ അളമത്ത് കൊടുക്കുന്ന സമയത്തെ വളർച്ച ഉണ്ടാവുള്ളൂ കുട്ടിക്ക്. അവിടെ കുട്ടിക്ക് പ്രാപ്തി ഉണ്ടാവുള്ളൂ, ആ കുട്ടിക്ക് ചിന്താശേഷി ഉണ്ടാവുള്ളൂ. ഈ രൂപത്തിലെ കുട്ടിനെ എംപവർ ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. അത് ഒറ്റ സെഷൻ കൊണ്ട് ഇതൊരു അവയർനെസ് മാത്രം നൽകാനേ ഇപ്പൊ കഴിയുള്ളൂ. ഇത് നമ്മൾ ഒരാഴ്ചയെങ്കിലും അതിൽ എങ്ങനെയാണ് ഓരോ സ്റ്റേജിലും കുട്ടിയെ ഈ മനസ്സിലാക്കിയേ മതിയാവും. തീർച്ചയായിട്ടും അതിലുള്ളൊരു അവസരം നമുക്കുണ്ട്. അപ്പോ ന്യൂജൻ, പ്രത്യേകിച്ച് ന്യൂജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ലോകമാണ് പ്രിയപ്പെട്ടവരെ. ന്യൂജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ അഫെയർ ഇല്ലാത്തവർ വളരെ കുറവാണ്. പെൺകുട്ടികളാണെങ്കിൽ അഫെയർ, ആൺകുട്ടികളാണെങ്കിൽ ഡ്രഗ്സ്. ഇതൊരു ട്രെൻഡാണ്, ഒരു ഫാഷൻ, ഒരു വിഷയമല്ല. വിവാഹം വേണ്ട എന്ന് പറയുന്ന ആളുകളുടെ പേഴ്സൻറ്റേജ് കൂടി വരികയാണ്. പഴയ കാലത്ത് ചിന്തിക്കാൻ കഴിയുമോ? പുതിയ തലമുറയില് വിവാഹ ജീവിതം തന്നെ വേണ്ട എന്ന് പറയുന്ന ആളുകളുടെ പേഴ്സൻറ്റേജ് കൂടി വരികയാണ്. കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെന്ന് എല്ലാവരും. ഭൗതിക കലാലയങ്ങളിലേക്ക് പോകുന്നതോടുകൂടെ ലിബറൽ ചിന്ത, യുക്തിവാദം, പഠിച്ചോനില്ല, ദൈവമില്ല, മതമില്ല, അതൊന്നും വേണ്ട എന്ന് പറയുന്ന ആളുകളുടെ എണ്ണവും കൂടി വരികയാണ്. എവിടെ എത്തി നിൽക്കാന്ന് പറയുന്നത്? വല്ലാത്തൊരു വളരെ അപകടകരമായിട്ടുള്ള ഈ ഒരു AI തലമുറയാണ് വരാൻ പോണത്. പാരൻസിനോടുള്ള ബന്ധം അറിയില്ല. അമേരിക്കയിലാണ് പഠിപ്പിച്ച് വലിയ സൂപ്പറാക്കി. ഉമ്മ പറഞ്ഞു, പൊന്നു മോനെ എന്നെ ഒന്ന് കാണാൻ ഇങ്ങോട്ട് വരണം. ഉമ്മ മരിക്കാനായപ്പോ മോൻക്ക് വിളിച്ചു പറഞ്ഞതാണ്, എടാ എന്റെ അമ്മ എന്നെ കാണണമെന്ന് അറിയണ്ട്. മോൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര ബിസി, ഞാൻ ഭയങ്കര ബിസിയിലാണ്, ഇപ്പോ ഒഴിവില്ല. ഒരു കാര്യം ചെയ്യും, ഉമ്മാന്റെ മരണം ഒന്നുണ്ട്, ഇത് വീഡിയോ റെക്കോർഡ് ആക്കിയിട്ട് അല്ലെങ്കിൽ സൂമിൽ ഇട്ടിട്ട് മരണം ഞാൻ ഇവിടുന്ന് കണ്ടോളാം, അവിടെ വന്നിട്ട് മരണം കാണാനല്ലേ. അപ്പൊ ഉമ്മ മരിക്കണമെന്ന് എന്ത് ചെയ്യാ, ഒന്ന് വീഡിയോ കോൾ ചെയ്യുക, അല്ലെങ്കിൽ സൂമിലോ എന്തെങ്കിലും ഇട്ടിട്ട്. ഇങ്ങനത്തെ തലമുറയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ കരുതും നമ്മളെ മക്കൾക്കൊന്നും ഒരു പ്രശ്നമില്ല. ഏറ്റവും നാട്ടിലെ മാതൃക എന്ന് പറയുന്ന കുടുംബത്തിലൊക്കെ ഭയങ്കര സംഭവം നിൽക്കുന്ന കുട്ടി, അവന്റെ ഒരു പ്രശ്നം അവന്റെ പാരന്റിനോട് വിളിച്ചു പറഞ്ഞു, എന്റെ കുട്ടി അങ്ങനെ ഒന്നും ചെയ്യൂല, ഓൺ ഡ്രഗ്സിന്റെ 1ാം നമ്പർ അടിമയാണ്. പാരന്റ്സിന് അറിയില്ല പല വിഷയങ്ങളും. കുട്ടികൾ വീട്ടിലേക്ക് നേരം വരുമ്പോ ചോദിക്കൂല. കുട്ടിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുമ്പോ പെട്ടെന്ന് ദേഷ്യം കൂടുമ്പോ കുട്ടികൾ ചോദിക്കൂല, ഒന്നും ചോദിക്കൂല. എന്റെ കുട്ടി ഉഷാറാണ്. അങ്ങനെ തന്നെ നല്ല ധാരണ വേണം കേട്ടോ. പക്ഷേ ചില ലക്ഷണങ്ങൾ കണ്ടാൽ പോലും അതിനെ അവഗണിക്കുമ്പോൾ അത് വലിയ വിഷയമാണ്. 2 എക്സ്ട്രീമുകളാണ്. ഒന്ന് കൊഞ്ചിച്ച് വഷളാക്കുക, ഫുൾ ഫ്രീഡം. ഈ കുട്ടിക്ക് ഉപ്പാനൊരു വില ഉണ്ടാവില്ല, ഉമ്മാനൊരു വാല്യൂ ഉണ്ടാവില്ല, അമ്മ പറഞ്ഞത് കേൾക്കൂല, നിർണായകമായ ഒരു ഘട്ടത്തിൽ ഉമ്മനെ കുറിച്ച് ഉപ്പനെ കുറിച്ച് ആലോചിക്കൂല. ഇതുകൊണ്ടൊരു എക്സ്ട്രീമിസം. മറ്റേതോ അടിച്ച് പരിവപ്പെടുത്തി മോൾഡ് ചെയ്ത് അവനെ കെട്ട് പഴിപ്പിച്ചെടുക്കുന്ന ഒരു സിസ്റ്റം. ഈ കുട്ടിക്ക് ഒരു കാരുണ്യം ഉണ്ടാവില്ല, സ്നേഹം ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല, ജീവിതം ആസ്വദിക്കാനും കഴിയില്ല. ഇത് രണ്ടിന്റെ ഇടയിലാണ് പാരന്റിങ് എന്ന് പറയുന്ന സ്കില്ല് കിടക്കുന്നത്. ചിലർ പറയും കുട്ടികളെ പിന്നെ അടിക്കാൻ പാടില്ല, ഒന്നും ആക്കാൻ പാടില്ല. ചിലർ പറയാ പിന്നെ അടിക്കാതെ നല്ല കൊടുക്കണം. ഇത് രണ്ടും ശരിയല്ല. ഇതിന്റെ ഇടയിലുള്ള ഒരു സംഗതിയാണ്. കുട്ടികളുടെ സ്കില്ലുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒരു സംഭവം പറയാം, നമ്മൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ അവസാനിപ്പിക്കും. ഒരു ജ്യേഷ്ഠനും അനിയനും. അനിയൻ നല്ല കഴിവുള്ള ആളാണ്, നല്ല ഉഷാറ, സൂപ്പറാ. ജ്യേഷ്ഠനും കുഴപ്പമില്ല. പക്ഷെ ഒരു പരീക്ഷയിൽ ജ്യേഷ്ഠൻക്ക് കൂടുതൽ മാർക്ക് കിട്ടി, നല്ല മാർക്ക് കിട്ടി. അപ്പൊ അനിയനെ കളിയാക്കി. അനിയനെ വീട്ടിൽ നിന്ന് ഉപ്പയും എല്ലാവരും കളിയാക്കി, നല്ല മാർക്ക് ഇല്ലല്ലോ അങ്ങനെ പറഞ്ഞു. പിറ്റത്തെ പരീക്ഷ അപ്പൊ ജ്യേഷ്ഠൻ എന്താ ചെയ്തിരിക്കണ അറിയോ? അനിയൻ്റെതും കോപ്പി അടിച്ചു, അപ്പുറത്തുള്ള ആളും കോപ്പി അടിച്ചു. ജ്യേഷ്ഠന് നല്ല മോട്ടിവേഷൻ, നല്ല പ്രചോദനങ്ങൾ, നല്ല അപ്രിസിയേഷൻസ് ഒക്കെ കിട്ടി. അനിയൻ പഠനത്തിൽ മോശമായി. ആ ഒരു സംഗതി, ആ ഒരു ക്ലാസ്, അതിനുശേഷമുള്ള ക്ലാസ്സുകളിലൊക്കെ ഈ ജ്യേഷ്ഠൻ ഇങ്ങനെ ഉഷാറായി വന്നു. അനിയൻ പച്ച ഡൗൺ ആയി. വലിയ ആളുകളായ ശേഷം അവരുടെ ബാല്യകാലത്തെ ചില വിഷയങ്ങൾ സൈക്കോളജിക്കൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവരെ തെറാപ്പി ചെയ്യുമ്പോൾ പുറത്തു വരുന്ന സാധനങ്ങളാണ് ഈ പറയുന്നത്. ജ്യേഷ്ഠൻ സൂപ്പറായി, അവൻ വലിയ ജോലി, നല്ല. അനിയൻ വളരെ കഴിവ് കുറഞ്ഞു.
സത്യത്തിൽ ജ്യേഷ്ഠനെക്കോളും കഴിവുള്ള ആൾ അനിയനാണ്. അന്ന് ശ്രദ്ധിക്കാത്ത ചെറിയൊരു ശ്രദ്ധക്കുറവുകൊണ്ട് ലൈഫ് മുഴുവനും ചേഞ്ച് ആവാൻ, ലൈഫ് മുഴുവൻ അതിന്റെ ഒരു മാറ്റം വരികയാണ്. നമ്മളിപ്പോ ഇന്ന് കഴിവില്ല അത് എന്നൊക്കെ പറഞ്ഞ വലിയ വലിയ ആൾക്കാർ അവരുടെ കുട്ടിക്കാലത്ത് അവർക്ക് വേണ്ട തരത്തിലുള്ള മരുന്നുകൾ കിട്ടാത്തതുകൊണ്ടാണ്, കറക്റ്റായ ഒരു ഗൈഡൻസ് കിട്ടാത്തതുകൊണ്ടാണ്, കറക്റ്റ് ആയിട്ടുള്ളൊരു പാരന്റിങ് കിട്ടാത്തതുകൊണ്ടാണ്. നമ്മൾ അൽഹംദുലില്ലാ വളരെ ഭാഗ്യം. നമ്മൾ എന്തെല്ലാം അറിവുകളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിനി പഠിക്കാൻ പോവാണ്. ഒരാഴ്ചയുടെ ഒരു കോഴ്സ് തന്നെ നമ്മൾ ഡിസൈൻ ചെയ്യും. കാരണം അത്രയും കേസുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം വരുന്നുണ്ട്. കൗൺസിലിംഗ് എന്ന് പറഞ്ഞ സാധനം ഞാൻ ചെയ്യുന്നില്ല. പക്ഷെ ഏത് കേസുകൾ നോക്കുമ്പോഴും അതിലെ വിഷയം പാരന്റിങ് ആണ്. ഡിവോഴ്സ് കേസായാലും മറ്റേത് വിഷയമായാലും കുട്ടികളുടെ മനസ്സ് രൂപപ്പെടുന്ന ആ സമയത്ത് ശ്രദ്ധിക്കാത്തതിന്റെ പ്രശ്നങ്ങൾ, അവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉണ്ടാക്കാവുന്ന മാറ്റത്തിന്റെ അത്ഭുതകരമായ വിപ്ലവം, ആ സംഗതി ആലോചിക്കുമ്പോൾ പാരന്റിങ് ലോകത്ത് ഓരോ മനുഷ്യനും നിർബന്ധമായി കല്യാണം കഴിച്ചു അവർ പാരന്റിങ് കോഴ്സ് ചെയ്തിരിക്കണം. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഒക്കെ ഭയങ്കര ഉഷാറാ. അതൊന്നും ഇല്ലാതൊന്നും ഒരു കുട്ടീനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കില്ല. പാരന്റിങ് ഒക്കെ ഒരു നിർബന്ധമാണ്. ഇതൊന്നും പഠിക്കാതെ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുക, ബിരിയാണിയും ബുക്ക് ചെയ്യുക, കല്യാണമായി. എന്താ പാരന്റിങ് സീക്രട്ട്? സൂപ്പർ പാരന്റിങ് എങ്ങനെ? ഒരു വസ്തു അറിയാൻ കുറിച്ചല്ലട്ടോ പറയുന്നത്. ഒരു വസ്തു അറിയില്ല. കല്യാണം കഴിഞ്ഞ് കുട്ടി ഉണ്ടാവാൻ വലിയ പണിയൊന്നുമില്ല. മക്കളെ വളർത്തണമെങ്കിൽ അല്ലെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ. അത്തരത്തിൽ നല്ല മക്കളായി എന്റെയും നിങ്ങളുടെയും മക്കൾ മാറട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നു. വളരെയധികം പ്രതീക്ഷയോടുകൂടാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. അപ്പോൾ ഒറ്റ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട്, ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ലൈഫ് ബെനിഫിറ്റ്സ്, എത്രയോ തലമുറ രക്ഷപ്പെടും. നമ്മുടെ ഒരു കുട്ടി രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ, താങ്ക് യു, നമ്മുടെ ഒരു കുട്ടി രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ തലമുറ രക്ഷപ്പെടും. നിങ്ങൾ നല്ലൊരു ക്വാളിറ്റി നിങ്ങളുടെ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുക. മറ്റുള്ള ആളുകളുടെ ഒരു ജസ്റ്റ് എക്സാമ്പിൾ പറയാം. മറ്റുള്ള ആളുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അവരെ ഇൻസൾട്ട് ചെയ്യും, വലിയ ഒച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി. വേറെന്താ ക്വാളിറ്റി പറയാം? അതിൽ സത്യം മാത്രം പറയണം, ഒരു ക്വാളിറ്റിയാണ്. മറ്റുള്ളവരെ വിഷമിപ്പിക്കരുത്, അതൊരു ക്വാളിറ്റിയാണ്. നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങളൊരു 80 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഭൂമിയിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ 100 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് എത്ര മക്കൾ ഉണ്ടാവും എന്നറിയോ? 100 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് എത്ര മക്കൾ ഉണ്ടാവും നിങ്ങൾക്ക് വല്ല വിചാരം ഉണ്ടോ? ആയിരക്കണക്കിന് മക്കൾ ഉണ്ടാവും. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് 3 കുട്ടികൾ. ഈ 3 കുട്ടികൾക്ക് ഓരോരുത്തർക്ക് എത്ര ഉണ്ടാവും? ആണ് കണക്കുട്ടി നോക്കി. ആയിരക്കണക്കിന് കുട്ടികളുണ്ടാവും. ഇന്ന് രാത്രി ഒന്ന് നോക്കി നോക്കി, നിങ്ങൾക്ക് 100 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾക്ക് എത്ര കുട്ടി ഉണ്ടാവും? ഭയങ്കര മാറ്റാണ്. ഒരു ദിവസം നിങ്ങൾ 1 ഉറുപ്പ്യ ഞങ്ങൾക്ക് തരാം, പിറ്റത്തെ ദിവസം നിങ്ങൾക്ക് ഞാൻ 2 ഉറുപ്പ്യ തരാം, പിറ്റത്തെ ദിവസം ഞാൻ 4 ഉറുപ്പ്യ തരാം, ഓരോ ദിവസവും ഇരട്ടി ഇരട്ടി തരാം. അതാണോ നിങ്ങൾക്ക് വേണ്ടത്? അതോ ഈ മാസം അവസാനം, ഒരു മാസത്തിന്റെ അവസാനം ഞാൻ ഒരു 5 കോടി ഉറുപ്പ്യ തരാം, ഏതാ വേണ്ടത്? അപ്പൊ അടുത്ത മാസം ഡിസംബർ അല്ലെ, ഡിസംബർ ലാസ്റ്റ് ഞങ്ങൾക്ക് 5 കോടി ഉറുപ്പ്യ തരാം, അതാണോ വേണ്ടത്? ഓരോ ദിവസം 1 ഉറുപ്പ്യ തരാം, പിറ്റേ ദിവസം 2 ഉറുപ്പ്യ തരാം, ഏതാ വേണ്ടത്? കണക്കൂട്ടി നോക്കി. മക്കൾ എത്ര ഉണ്ട്? നിങ്ങളെ 100 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര മക്കളാണെന്നറിയോ നിങ്ങള്? ഈ മക്കളിൽ മുഴുവനും, നമ്മുടെ വിഷയം അതാണ്, ഈ മക്കളിൽ മുഴുവനും നിങ്ങളുടെ ആ ക്വാളിറ്റി ഉണ്ടാവും. എന്ത് ക്വാളിറ്റി? നിങ്ങൾ ഇൻജക്ട് ചെയ്ത പോസിറ്റീവ് ഓർ നെഗറ്റീവ് ക്വാളിറ്റി. അത് ഇൻജക്ട് ചെയ്യാൻ പഠിക്കണം. ഇൻജക്ട് ചെയ്യൽ എങ്ങനെയാന്ന് നമ്മൾ പഠിക്കണം. നമ്മുടെ സെഷനിൽ വരുന്നുണ്ട്, എങ്ങനെ ഇഞ്ചക്ഷൻ കൊടുക്കും. മക്കൾ അറിയാതെ അവരുടെ സെറിബ്രത്തിലേക്ക് ഇഞ്ചക്ഷൻ കൊടുക്കണം, അവരുടെ കരളിലേക്ക് അടിച്ചു കയറ്റണം, പോസിറ്റീവ് വാല്യൂസ് അവരിലേക്ക് തള്ളിക്കയറ്റണം. 100 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കണ വിത്തുകൾ കണ്ട നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. നിങ്ങൾ ഗൾഫിൽ എവിടെയും പോയിട്ട് നാട്ടിൽ വന്നിട്ട് നിങ്ങളെ പറമ്പ് മുഴുവൻ ഇങ്ങനെ മാവ് ഇങ്ങനെ പൂത്തിക്കണ കാണുമ്പോൾ ഭയങ്കര ഫലഭൂയിഷ്ടമായ പഴങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ഞെട്ടിപ്പോകില്ലേ? അത്രയും വലിയ അസറ്റുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. ഒരു തലമുറ, ഒരു കുട്ടി മോശമായാൽ മതി നമ്മുടെ ജീവിതത്തിലെ തലവേദന. ഒരു കുട്ടി അഭിമാനമുള്ളവനും സന്തോഷമുള്ളവനും വിജയി മാറിയാൽ, അല്ലെ, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. എന്ത് രസമുള്ള പ്രാർത്ഥനയാണ്. കൺകുളിർമയുള്ള മക്കളായിട്ട് നമ്മുടെ മക്കൾ മാറിക്കഴിഞ്ഞാൽ എന്ത് രസമാണ് അല്ലേ? ആലോചിച്ച് നോക്കി നിങ്ങൾ. വളരെ വേദനയോട് കൂടി ഒരു കാര്യം പറയട്ടെ. ഒരു കുട്ടി, നമ്മള് ഈ മനസ്സ് മാറുക എന്നൊക്കെ പറഞ്ഞ വലിയൊരു സംഭവം ഒന്നുമല്ല. എൻ്റെ ഒരു ക്ലാസ്മേറ്റ്, അവന് വലിയ ടെൻഷനോ കാര്യങ്ങളോ എന്തൊക്കെയോ വന്നു. അപ്പൊ അതൊന്നും കുറച്ച് പഴയ കാലല്ലേ, കുറച്ചൊരു 10 വർഷം, 2007 2008 കാലഘട്ടങ്ങളിലാണ്. അപ്പം ഈ കുട്ടിക്ക്, അപ്പൊ ഞാൻ ഇവനിങ്ങനെ പെരിന്തൽമണ്ണ ഒരു ഹോസ്പിറ്റൽ, ഞാനും അവനും അവൻ്റെ അമ്മാൻ്റെ അടുത്ത് പോയി. അമ്മ ഇങ്ങനെ സങ്കടത്തോടു കൂടെ
പറയണോ മകന്റെ ടെൻഷൻ ഇങ്ങനെ പറയാം. നിങ്ങൾക്ക് കേൾക്കണോ? കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞെട്ടിപ്പോകുന്നൊരു വാർത്ത നമ്മൾ കേൾക്കുകയാണ്. ഈ മകൻ ഈ സ്വന്തം ഉമ്മാനെ അറുത്തു കൊല്ലുക ചെയ്തു. പറയാൻ പേടിയുള്ളൊരു സംഭവം. നഊദുബില്ല. മനുഷ്യന്റെ ബോധം എന്ന് പറയുന്നത് ഇത് മറിയാൻ വലിയ സമയമൊന്നും ആവശ്യമില്ല. മനുഷ്യന്റെ ഈ ബോധം മറിയാൻ വലിയ സമയമൊന്നും ആവശ്യമില്ല. ഈ ബോധം മറിയുന്ന രൂപത്തിലേക്കാണ് പുതിയ തലമുറ പോകുന്നത്. ഡ്രഗ്സ് യൂസ് ചെയ്തുകൊണ്ട് ഈ ബോധം പോവണ്ട. അപ്പോ ഇമോഷൻ ഉണ്ടാവണില്ല, ഒന്നും തിരിച്ചറിയണില്ല. ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്തുന്ന നമ്മുടെ ആവശ്യമില്ലേ? വലിയ വലിയ ട്രോമകളിലേക്കാണ് നമ്മുടെ മക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മക്കളെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങൾ റസൂൽ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മകളെ കല്യാണം കഴിച്ചു കൊടുത്ത ആർക്കാ കല്യാണം കഴിച്ചു കൊടുത്തത്? എന്തെങ്കിലും കല്യാണം കഴിക്കാൻ പ്രായമായ മക്കളുള്ളവരൊക്കെ ഇല്ലേ? അതുണ്ടാവുമല്ലോ. ആർക്കാ കല്യാണം കഴിച്ചു കൊടുത്തത്? കല്യാണത്തിന്റെ സമയത്തൊന്നും മക്കളുടെ ഭാവി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നോക്കുന്നത് ഹൈ സാലറി, വലിയ കുടുംബം. റസൂൽ ആർക്കാണ് സ്വന്തം മോളൊക്കെ ഭയങ്കര സംഭവമുണ്ട്. അതൊന്നും പഠിക്കാണ്ട് ഒരുപാട് സാധനം. ദരിദ്രനായ അലിയാർ തങ്ങൾക്കാണ് കല്യാണം കഴിച്ചത്. നമ്മളുടെ മക്കളുടെ സമ്പത്താണോ സമാധാനമാണോ ആഗ്രഹിക്കുന്നത്? എന്ത് സമ്പത്ത് ഉണ്ടായിട്ടുണ്ട് കാര്യം? സമ്പത്ത് വേണ്ടെന്നല്ല, സമ്പത്ത് വേണം. സമാധാനം ഇല്ലാത്ത സമ്പത്ത് ഉണ്ടായിട്ടുണ്ട് കാര്യം? ആരൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തത്? വല്ലാത്തൊരു സംഭവമാണ്. അപ്പൊ ഇതിൽ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പറയാനുണ്ട്, ഒരുപാട് വിഷയങ്ങൾ പഠിക്കാണ്ട് മനസ്സിലാക്കാണ്ട്. നമ്മളെ ഫസ്റ്റ് തന്നെ ഈ ഒരു കോഴ്സ്, നമ്മളൊരു കോഴ്സ് ഇന്നിപ്പോ പ്രഖ്യാപിക്കും. വൈറ്റ് ബോർഡിന്റെ ആളുകൾ അടുത്ത ബാച്ചിലേക്കുള്ള അതിന്റെ ഡേറ്റ് പ്രഖ്യാപിക്കും ഉടനെ തന്നെ. ഇതിപ്പോ ഫ്രീ സെഷൻ ആണെന്ന് തോന്നുന്നു. അപ്പൊ ഇതില് നമ്മൾ ഒരാഴ്ചക്കാലത്തോളം ഇതിന് സീരിയസ് ആയി താല്പര്യമുള്ള ആളുകൾ ഉണ്ടായാലും മതി. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് എൻ്റെ കുട്ടികൾക്ക് എൻ്റെ ജീവിതത്തിൽ അവർക്ക് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറി എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, എൻ്റെ ഉമ്മാന്ന് കേൾക്കുമ്പോൾ, എൻ്റെ അപ്പാന്ന് കേൾക്കുമ്പോൾ മനസ്സിനുള്ളിൽ ഒരു സന്തോഷം തോന്നുന്ന ഒരവസ്ഥ എൻ്റെ കുട്ടിയൊക്കെ ഉണ്ടാവണം. അത് മാത്രം മതി. നമ്മളെ ജീവിതം വിജയിച്ചില്ലേ? എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു കുട്ടി, എൻ്റെ ഉമ്മാന്ന് കേൾക്കണതിനെ വെറുപ്പാണ്. ആലോചിച്ചോക്കി നിങ്ങള്. ഉമ്മാന്ന് കേൾക്കണത് എനിക്ക് വെറുപ്പാണ് എന്ന് ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ട്. എന്നാ നോണ പറയല്ല, സത്യാണ് പറയുന്നത്. ഉമ്മാനൊക്കെ കണ്ടൂടാണ്. നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയാത് എവിടെ ആവും നമ്മുടെ ജീവിതം. ചെറിയ ചില സംഗതികൾ കൊണ്ടൊക്കെ ഇനി പുതിയ കാലത്ത് മക്കൾക്ക് നമ്മുടെ ബന്ധം പോവും. അപ്പൊ അറിയണ്ട ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണ്ടേ നമ്മള്. എൻ്റെ അപ്പൻ്റെ റോൾ മോഡലാണെന്ന് ഒരു കുട്ടി പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്ര സന്തോഷം. എൻ്റെ അമ്മ ഒരു മുതലാണ് നമ്മളെ കുട്ടി പറയണേ, നമ്മൾ കേൾക്കുകയാണെങ്കിൽ മുതലായില്ലേ ജീവിതം. അതിന് നേരെ തിരിച്ചു പറയുകയാണെങ്കിലും അതിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ സെഷൻ അവസാനിപ്പിക്കാനായിട്ട് 8:51 5 മിനിറ്റോടെ ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങളെ വിഷമിപ്പിക്കണില്ല. നമ്മളെ പിന്നെ കോഴ്സിൽ ഒന്നാമത്തെ പാഠം തന്നെ അതിലൊരു വിഷയമാണ് പറയുന്നത്. ടിപ്സ് പറയണേ. പറയണം. ഓക്കെ, ആ ടിപ്സ് ഒന്ന് ആദ്യം ഈ കഥ കഴിഞ്ഞിട്ട് പറയാം. വെരി ഗുഡ്, ഓർമ്മപ്പെടുത്തിയത് നല്ല, വളരെ താങ്ക് യു, നന്ദി. രണ്ട് സന്യാസിമാർ എന്ത് ചെയ്യാണ്? നിങ്ങൾ കുട്ടികളോടൊന്ന് ചോദിക്കേണ്ട സാധനം കേട്ടോ. എന്നിട്ട് നിങ്ങൾ കോഴ്സിലേക്ക് വന്നാൽ മതി. എന്നിട്ട് നിങ്ങൾ കുട്ടികളെ മറുപടി പറഞ്ഞു കൊടുക്കണം, ടാസ്ക് കൊടുക്കണം. ഒരു കുറച്ച് വലിയ കുട്ടികൾക്ക്, കണക്കൊക്കെ അറിയുന്ന കുട്ടിയൊക്കെ അറിയുള്ളൂ. രണ്ട് സന്യാസിമാർ എന്ത് ചെയ്യണം? ഒരു മലന്റെ മുകളിലുള്ള ഒരു അമ്പലത്തിൽ ഇങ്ങനെ അവര് പിന്നെ ജീവിക്കാണ് അവിടെ. അപ്പോൾ അവർക്ക് രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരാളടുത്ത് 5 ചപ്പാത്തി ഉണ്ട്, മറ്റാൾക്ക് 3 ചപ്പാത്തി ഉണ്ട്. ഇതൊരു കഥ കേട്ടോ. നിങ്ങൾ കുട്ടികളോട് ചോദിക്കേണ്ട ഒരു സാധനമാണ്. അപ്പൊ അവര് എല്ലാം പിന്നെ പകുതിയാക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഈ രണ്ടാളും കൂടി അത് മിക്സ് ചെയ്തിട്ട് 4 ചപ്പാത്തി കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഒരാൾക്ക് 5 ഉള്ളത്, ഒരാൾക്ക് 3 ഉള്ളത്. ഒരു പിച്ച് തന്നെ അവർക്ക് കിട്ടിയത് ഒരാൾക്ക് 5, മറ്റാൾക്ക് 3. അങ്ങനെ അവർ നമ്മൾക്ക് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 4 ആക്കി കഴിക്കാൻ നിൽക്കുമ്പോൾ ഒരു അപരിചിതനായ ഒരാൾ അങ്ങോട്ട് വന്നു. അപ്പൊ അയാള് പറഞ്ഞു, ഞാനിന്ന് ഈ കാട്ടിന്റെ ഉള്ളിലാണ്, പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല, ഞാൻ ഇന്ന് ഇവിടെ കിടക്കട്ടെ, എനിക്ക് എന്തെങ്കിലും നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ തരികയാണെങ്കിൽ വളരെ സന്തോഷമായിരുന്നു.
അപ്പൊ അവർ സമ്മതിച്ചു, ഈ രണ്ടാൾക്കാർ സമ്മതിച്ചു. അയാളും കൂടി ഇരുത്തി. എത്ര ചപ്പാത്തി ഉള്ളത്? 8 ചപ്പാത്തി. അപ്പൊ ഇവരെന്ത് ചെയ്തു എന്നറിയോ? 3 ആളല്ലേ ഉള്ളത്, ഓരോ ചപ്പാത്തിനും 3 കഷ്ണാക്കി. 8 ചപ്പാത്തിയിൽ ഓരോ ചപ്പാത്തിനും 3 കഷ്ണാക്കി. എന്നിട്ട് അത് ഡിവൈഡ് ചെയ്തു. അപ്പൊ മൊത്തം എത്ര ഉണ്ടാവും? മൊത്തം എത്ര കഷ്ണം ഉണ്ടാവും? 8 ചപ്പാത്തിയിൽ അതിന് 3, ഓരോ ചപ്പാത്തി 3 കഷ്ണാക്കി എത്ര ഉണ്ടാവും? കാൽക്കുലേറ്റർ. 24. വെരി ഗുഡ്. 24 കഷ്ണം ചപ്പാത്തി. പെട്ടെന്ന് പറയും, 24 കഷ്ണം ചപ്പാത്തി. അങ്ങനെ അപ്പൊ ഒരാൾക്ക് എത്ര ഉണ്ടാവും? ഒരാൾക്ക് 8 ഉണ്ടാവും അല്ലേ? വെരി ഗുഡ്. ഒരാൾക്ക് 8 ചപ്പാത്തി. അങ്ങനെ ഇവര് ചപ്പാത്തിയൊക്കെ കഴിച്ചു, രാത്രി കിടന്നുറങ്ങി. നേരം വെളുക്കുമ്പോൾ പുതിയ ആളെ കാണില്ല, നമ്മളെ ഗസ്റ്റിനെ കാണില്ല. അപ്പൊ അയാള് ചുരുക്കി പറയാം, നമ്മള് സമയം തീരാൻ ഏതാ ചുരുക്കി പറയാം. അപ്പൊ അയാൾ ഒരു എഴുത്ത് അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ അതിഥി സൽക്കാരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അതുകൊണ്ട് ഞാൻ പോവാണെങ്കിൽ ഞാൻ ധൃതിയുണ്ട്, ഞാൻ ഒരു $8 ഇവിടെ വെക്കുന്നുണ്ട്, നിങ്ങൾ രണ്ടാളും കൂടി ഇരിക്കണം എന്ന് പറഞ്ഞു. $8 ഇവിടെ വെക്കേണ്ടത് നിങ്ങൾക്ക് ഉള്ളതാന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് സന്തോഷമായി. അവരെന്ത് ചെയ്തു? ഈ 5 ചപ്പാത്തിയുള്ള ആൾ എന്ത് ചെയ്തു? $5 ഇയാൾ എടുത്തു, 3 അയാൾക്കും കൊടുത്തു. കാരണം അയാളെ ചപ്പാത്തി 3 അല്ലേ, ഇയാള് 5 മറ്റാളെ സമ്മതിച്ചില്ല. മറ്റാളാണ് അത് പറ്റൂല, നമ്മൾ ഡിവൈഡ്, നമ്മൾ പകുതിയാക്കണല്ലോ. ചപ്പാത്തി പകുതിയാക്കി പകുതിയാക്കണം. 4 എനിക്കും $4. അപ്പൊ ഇവര് കേസായി കോടതിയിലെത്തി. കോടതിയിലെത്തിയ സമയത്ത് ജഡ്ജിനോട് ഇയാൾ പറഞ്ഞു, 4 എനിക്കും 4 അയക്കും, എനിക്ക് നീതി വേണമെന്ന് പറഞ്ഞു. അയാള് 5 അയാൾ എടുത്തിട്ട് 3 എനിക്കാ തന്നത്. ജഡ്ജി ഭയങ്കര ബുദ്ധിമാണ്. ജഡ്ജി പറഞ്ഞു, ഞാൻ വിധിക്കാൻ പോവാണ്, $7 ഈ 5 ചപ്പാത്തി ഉണ്ടാക്കും, $1 എനിക്കും, പോയിക്കോളിയാണ്. ഇയാളാകണ്ട, ഇത് എന്ത് നീതിയാണിത്? എനിക്ക് അല്ലെങ്കിൽ 4 കിട്ടി, ഞാൻ ഓനെ ഒന്നും കൂടി കിട്ടാ, 3 കിട്ടിയിരുന്നു, ഒന്നും കൂടി കിട്ടാൻ വേണ്ടിട്ട് പങ്കെടുത്ത് വന്നത്. ഇപ്പൊ 7 അയാൾക്ക്, എനിക്ക് ഒരു ഒറ്റ $. അതിൽ ജഡ്ജി എന്തായി കാര്യം വിശദീകരിച്ചു കൊടുത്തു. രണ്ടാൾക്കും ഹാപ്പിയായി. പരാതി. ഞാൻ വെറുതെ ഒരു കഥ പറഞ്ഞിട്ട്, നിങ്ങൾ കുട്ടികളോടെ കുറച്ച് 10 വയസ്സൊക്കെ കഴിഞ്ഞ് കുട്ടികളുടെ ഒരു സാധനം ചോദിച്ചു, പരിയിലൊരു രസമൊക്കെ ഉണ്ടാവും. നമ്മള് സെഷന് കോഴ്സിലേക്ക് വരികയാണ്, നമുക്ക് ഈ വിഷയം ഡിസ്കസ് ചെയ്യാം. ഉത്തരം ചില കുട്ടികൾ പറയും, ഇതിന്റെ ഉത്തരം കുട്ടി പറഞ്ഞാൽ, ദാറ്റ് ഈസ് മൈ പോയിന്റ്, അവന് വേറെ ഒന്നും കേൾക്കാതെ ഇതിന്റെ ആൻസർ നിങ്ങളുടെ കുട്ടി പറഞ്ഞാൽ നിങ്ങൾ എന്നോട് പറയണം, എന്റെ കുട്ടി ഉത്തരം പറഞ്ഞു എന്ന് പറയും. പറഞ്ഞില്ല വെച്ചിട്ട് ഒരു പ്രശ്നവും കേട്ടോ, പക്ഷെ പറഞ്ഞാൽ സംഭവം. അപ്പൊ ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയ പോലെ ഞാൻ പിന്നെ എന്ത് ചെയ്യാണ് പറയാണ്, മക്കൾക്ക് ഗുണം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാം, ഒറ്റ സംഭവമുള്ളൂ. അത് ഒരു ഖുറാനിക് സൈക്കോളജിയാണ്, ഖുറാന്റെ സ്പിരിച്വാലിറ്റിയാണ്. മക്കളിൽ ഏറ്റവും ഗുണം ഉണ്ടായാലൊരു മുത്തി സാർ, നമുക്ക് കുറെ ആൾക്കാർ നമ്മൾ കോഴ്സിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, അത് പറഞ്ഞിട്ട് ലാസ്റ്റ് ആ ടെക്നിക്സ് പറഞ്ഞ് നമുക്ക് ക്ലോസ് ചെയ്യാതായിരിക്കും നല്ലത്. ഓക്കെ സാർ പറഞ്ഞോളൂ. പ്രിയപ്പെട്ടവരെ, കുറെ ആൾക്കാർ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ചെറിയ രൂപത്തിൽ വൈറ്റ് ബോർഡിനെ ഒന്ന് പരിചയപ്പെടുത്താം. വൈറ്റ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടുകാർക്ക് ആവശ്യമുള്ള, അതായത് ഒരു എല്ലാ നിലക്കും നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ ടാഗ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ആവാൻ, എഞ്ചിനീയർ ആവാൻ, ആർക്കിടെക്ട് ആവാൻ, IAS ആവാൻ, CA കാരനാവാൻ, അങ്ങനെ തുടങ്ങി ഏത് മേഖലയിലും നമുക്ക് പിന്നെ പോവാൻ വേണ്ടിയിട്ട് ചെറിയ മാസത്തെ കോഴ്സുകൾ മുതൽ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന കോഴ്സുകൾ ലക്ഷക്കണക്കിന് പൈസ മുടക്കി പല രൂപത്തിലായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. എന്നാല് വർഷങ്ങളോളം നമുക്ക് ആവശ്യമുള്ള നമ്മളെ ജീവിതം തന്നെ സമാധാനം കംപ്ലീറ്റ് കളയുന്ന രൂപത്തിലുള്ള ഒരു സ്റ്റേറ്റ് ലെവലിലേക്ക് നമ്മൾ പോകും. നമ്മളെ പാരന്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചർച്ചയും നാട്ടിൽ ഉണ്ടാകാറില്ല സാധാരണയായിട്ട്. നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ നമ്മളെ വാപ്പാനെ കണ്ട് പഠിച്ച കുറെ മോശം കാര്യങ്ങൾ, കുറെ നല്ല കാര്യങ്ങൾ, അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ട കുറെ ടിപ്സ്, ഇൻസ്റ്റഗ്രാം റീലിൽ നിന്ന് കണ്ട സംഗതികൾ, ഇങ്ങനെയൊക്കെ കൂട്ടി ഒരു ഔലിങ്കഞ്ഞി രൂപത്തിൽ നമ്മളൊരു പാരന്റ് ആയിട്ട് മാറിയിട്ട് മക്കൾ ഏതെങ്കിലും രൂപത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നമ്മൾ പറയുന്നത് പിന്നെ ഓനാള് ശരിയില്ല, ഓളാള് ശരിയില്ല, ജെൻസി ശരിയില്ല, അല്ലെങ്കിൽ പിന്നെ എന്താണ് പുതിയ തലമുറയിലെ മക്കള് ഫുള്ള് മൊബൈലിലാണ്, അല്ലെങ്കിൽ ആളെ കൂടെ നമ്മളെ കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിച്ചോ? ഇല്ലല്ലോ. അപ്പൊ ഈ ഒരു വിഷയത്തിനെ അഡ്രസ് ചെയ്യുക എന്നുള്ള രൂപത്തിലാണ് നമ്മൾ പാരന്റിങ്. നമ്മൾ ഒരുപാട് സംഗതികൾ ചെയ്യുന്നത്. നമ്മൾ പിന്നെ ഇതേപോലെ നമുക്ക് ആവശ്യമുള്ള കുറെ സംഗതികളുണ്ട്. നേരത്തെ മുത്തി സാറ് പറഞ്ഞു, ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലൊക്കെ അവർക്ക് കൃത്യമായ മാസങ്ങൾ അവരുടെ കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു കല്യാണത്തിന് പോലെ മനസ്സമ്മതത്തിന് പോലെ അവരുടെ എന്താ പറയാ ഈ നിക്കാഹിന്, നമ്മളെ ഭാഷയിൽ പറഞ്ഞ നിക്കാഹിന് സമ്മതിക്കുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം 5000 റുപ്യന്റെ മുട്ടായിപ്പെട്ടി ഉണ്ടായ കല്യാണമായി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ബിരിയാണി വളമ്പി ആൾക്കാർക്ക് കൊടുത്ത കല്യാണമായി.
പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നടക്കുന്ന കളികൾ എന്തൊക്കെയാണെന്നുള്ളത് പിന്നെ ഓരോ അവസ്ഥകൾ വരുന്ന സമയത്താണ് അതിന്റെ സിറ്റുവേഷൻ. അപ്പം പ്രീ മാരിറ്റൽ, പോസ്റ്റ് മാരിറ്റൽ കോഴ്സുകൾ, കരിയറുമായി ബന്ധപ്പെട്ട നാട്ടിൽ ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന വാല്യബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ വൈറ്റ് ബോർഡിന് കീഴിൽ കൊടുക്കുക. നമ്മൾ വൈറ്റ് ബോർഡിന്റെ സ്ഥാപിത ലക്ഷ്യം അതാണ്. ഇപ്പൊ എന്നെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഏകദേശം 1500 പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പളാണ്. പിന്നെ മിക്ക ആളുകളും അതിലുള്ള ഈ 1500 കേരളത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്കൂളാണ്. ആ സ്കൂളിൽ റെസിഡൻഷ്യൽ സ്കൂളാണ്. മിക്ക ആളുകളും പിന്നെ അവരുടെ ഒരു പ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡോളസെൻസ് ആണ്. ഏകദേശം ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് കൊണ്ട് തുടങ്ങിയിട്ട് ഡിഗ്രി വരെ പഠിക്കുന്ന 1500ഓളം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥികളായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഒരു സമ്പർക്കത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ള ഒരു തിരിച്ചറിവാണ് ഇതേപോലുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ആവശ്യമുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതിന്റെ ഒരു ബാക്കി പത്രം എന്നാണ് നമ്മൾ വൈറ്റ് ബോർഡ് സ്ഥാപിക്കുന്നതും. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും ഈ ഫീൽഡിൽ ഏറ്റവും മികച്ച ആളുകളെ തെരഞ്ഞ് അവരുടെ സമയം നമുക്ക് പിന്നെ ഉൾപ്പെടുത്തി ഉപയോഗിച്ച് ചെറിയ രൂപത്തിലുള്ള ഒരു ഫീസ് വാങ്ങി, ഒരു നോമിനൽ ഫീസ് മാത്രം. കാരണം നമുക്ക് ഇത് നിലനിന്ന് പോകണല്ലോ. നമുക്ക് ഇതിലുള്ള ഇൻസ്ട്രക്ടേഴ്സ്, എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ കൊണ്ടുവന്ന് ക്ലാസ് എടുക്കണമെങ്കിൽ അവർ അതിന്റെ ചെലവുണ്ട്. ഇന്ന് നടക്കുന്ന മീറ്റിംഗ് അടക്കം, ഇപ്പൊ ഇന്ന് നമ്മൾ ഗൂഗിൾ മീറ്റ്, ഫ്രീ ഗൂഗിൾ മീറ്റ് അല്ല, നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമുക്ക് പൈസ, ഇതിന് കൃത്യമായിട്ടുള്ള പേയ്മെന്റ് ഗൂഗിളിന് കൊടുക്കേണ്ടത്. ഇങ്ങനെ തുടങ്ങി. എന്നാൽ മാത്രമേ നമുക്ക് ഒരു നിശ്ചിത ആളുകളുടെ അപ്പുറത്തേക്ക് ഈ സാധനം എത്താൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ നിർത്തേണ്ട ഒരു നിശ്ചിത എണ്ണത്തിലേക്ക് നമുക്ക് ഈ മീറ്റിംഗ് പോകാൻ കഴിയില്ല. ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ വളരെ പിന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ റൺ ചെയ്യണമെങ്കിൽ ഇതിന് ക്യാഷ് വരുന്നത് കൊണ്ട് ഒരു വളരെ നോമിനൽ ആയിട്ടുള്ള ഫീ, നമ്മൾ നേരത്തെ പറഞ്ഞ എഞ്ചിനീയറിംഗിന്റെയും അതേപോലെ തന്നെ IAS CA കോഴ്സിന്റെ ഒക്കെ വില അപേക്ഷിച്ച് വളരെ തുച്ഛമായ ഒരു ഫീ മാത്രം വെച്ചിട്ട് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വളരെ സിസ്റ്റമാറ്റിക് ഉള്ള കോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂട്യൂബിൽ നിങ്ങൾ കുറെ വീഡിയോസ് കാര്യങ്ങൾ കാണുന്നുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ടിപ്സ് കാര്യങ്ങൾ, അങ്ങനെ മുറിയൻ കോഴ്സ് കാര്യങ്ങളല്ല. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തുടങ്ങി 1ാമത്തെ ദിവസം തുടങ്ങി നിങ്ങൾ 7ാമത്തെ ദിവസം ഈ കോഴ്സ് അവസാനിക്കുന്നതോടുകൂടി നിങ്ങളുടെ മക്കള് നിങ്ങളോട് പറയും, ഉമ്മക്ക് എന്തോ മാറ്റം വന്നിട്ടുണ്ടല്ലോ, ഉപ്പക്ക് എന്തോ മാറ്റം വന്നിട്ടുണ്ടല്ലോ. ഈ രൂപത്തിലേക്ക് മാറുന്ന ട്രാൻസ്ഫോർമേറ്റീവ് കോഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും. നമ്മൾ അതിന്റെ ഒരു ഫീ വരുന്ന ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. ഗ്രൂപ്പിൽ പിന്നെ അത് ഇടുന്നുണ്ട്. ഇതിൽ ഉമ്മയും ഉപ്പയും ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 1699 രൂപയാണ് ഈ കോഴ്സിന്റെ ഫീ എന്ന് പറഞ്ഞാൽ. എന്നാൽ നമ്മൾ അതിന്റെ ഒരു എൻട്രി ലെവൽ, ഒരു ഇൻട്രൊഡക്ടറി പ്രൈസ് ആയിട്ട് ഉമ്മയും ഉപ്പയും ഈ കോഴ്സിന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ 999 രൂപ മാത്രമാണ് ഇതിന്റെ ഒരു ഫീ വരുന്നത്. ഇനി അതല്ല, ചില ആളുകൾക്ക് ചിലപ്പോൾ ഉമ്മയും ഉപ്പയൊന്നും ജോയിൻ ചെയ്യേണ്ട, ഉപ്പനോട് ഞാൻ പറഞ്ഞു കൊടുത്തോളാം, അല്ലെങ്കിൽ ഭർത്താവ് ജോയിൻ ചെയ്തിട്ട് മകളോട് ഞാൻ പറഞ്ഞു കൊടുത്തോളാം, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 1400 രൂപന്റെ പ്രീമിയം ആയിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു ഇൻട്രൊഡക്ടറി ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് നമ്മൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ അടുത്ത ബാച്ചിന് നമ്മൾ 799 രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി അതല്ല, ഇതിനുള്ള ഒരു എന്തുകൊണ്ടാണ് ഈ പിന്നെ 999 വെക്കുന്നത് അല്ലെങ്കിൽ 799 ഈ കോഴ്സിൽ നിങ്ങൾക്കുള്ള ഫീച്ചർ എന്ന് പറഞ്ഞാൽ കൃത്യമായ വീഡിയോ ക്ലാസ്സുകൾ. മുത്തി സാർ തന്നെയാണ്. മുത്തി സാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ വളരെ പ്രശസ്തനായിട്ടുള്ള സൈക്കോ തെറാപ്പിസ്റ്റ് ആണ്, സൈക്കോളജിസ്റ്റ് ആണ്. മതപരമായിട്ട് പിന്നെ നമ്മൾ രണ്ടും, ഇസ്ലാമിക് വീക്ഷണം അതേപോലെ തന്നെ അതിന്റെ ഒരു മോഡേണും നാടേണും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുക. കൃത്യമായ വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടാവും. ഒരു പാരന്റിങ് കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും. അതോടുകൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് 1-2 സൈക്കോളജിസ്റ്റുകളുടെ സഹായത്തിലുള്ള നിയന്ത്രണത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാവും. അതിലേക്ക് ഈ ക്ലാസ്സുകൾ കേട്ടിട്ട് സംശയങ്ങൾ ചോദിക്കാം, ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. അതോടുകൂടെ തന്നെ മുത്തി സാർ തന്നെ അവസാനമായിട്ട് നിങ്ങൾ ആ കോഴ്സിന്റെ അവസാനത്തിൽ ഒരു 1 വീക്ക് കോഴ്സ് കഴിഞ്ഞ് അവസാനം ഉസ്താദിന്റെ തന്നെ ഇതിൽ നമുക്ക് ഇന്ററാക്ഷൻ ഒന്നും അനുവദിക്കുന്നില്ല. കാരണം കുറെ ആൾക്കാരുണ്ട് ഇതിൽ, ഏകദേശം 250 അടുത്ത ആളുകൾ ഇപ്പൊ ഇതിൽ പാർട്ടിസിപ്പൻസ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഇന്ററാക്ഷന് പോയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മളെ കോഴ്സിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 30-40 ആൾക്കാരുള്ള വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റിൽ നമ്മൾ ജോയിൻ ചെയ്യും. കൃത്യമായിട്ട് നിങ്ങളുടെ ഓരോരോ പിന്നെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിയ ഒരു ലൈവ് സെഷനുകൾ കൂടി അവസാനിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേറ്റീവ് കോഴ്സ് ആണ് ഉണ്ടാവുക ഈ 999 അതേപോലെ തന്നെ 799. ചില ആളുകൾക്ക് ഇനി ഇതിന്റെ ഒന്നും ആവശ്യമില്ല, പിന്നെ എന്താണ് ഇത് വലിയൊരു ഫീ ആണെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ക്ലാസ്സുകൾ കേൾക്കാൻ മാത്രമുള്ള ഒരു ഓപ്ഷൻ അത് വേറെ ഉണ്ട്. അത് വെറും 499 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സുകൾ മാത്രം കേൾക്കാം. പക്ഷെ അതിൽ പിന്നെ ലൈവ് ആയിട്ടുള്ള സെഷൻസോ കാര്യങ്ങളോ അതല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാനോ ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഈ രൂപത്തിലാണ് നമ്മുടെ ഈ ഒരാഴ്ചത്തെ ഒരു കോഴ്സ് വരുന്നത്. അപ്പൊ നമ്മുടെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇനീഷ്യേറ്റീവ് എന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആളുകൾക്ക് ആവശ്യമുള്ള ഒരുപാട് കോഴ്സുകൾ നമ്മൾ ഡിസൈൻ ചെയ്ത് ഇതിന്റെ കോസ്റ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു നോമിനൽ ഫീ ആണ്
നല്ല താല്പര്യമുള്ള ആളുകൾ അതിൽ ജോയിൻ ചെയ്യണം എന്നുള്ളതാണ്. കാരണം ഈ ഒരു സമയം നിങ്ങൾ ഇതിന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെന്നുള്ളതാണ്. നമ്മൾ ചെറിയ രൂപത്തിലുള്ള ഒരു സർവേ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. സർവേ നടത്തിയ സമയത്ത് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത് മിക്ക ആളുകളും എന്തെങ്കിലും രൂപത്തിലുള്ള ഒരു പ്രശ്നം നമ്മുടെ മക്കളുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് വീട്ടിൽ അനുഭവിക്കുന്നുണ്ടെന്നാണ്. അതിൽ മിക്ക ആളുകളും ഉമ്മമാരുമായിരിക്കും. കാരണം അവരായിരിക്കുമല്ലോ കൂടുതൽ മക്കളൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയി നിൽക്കുന്ന, അല്ലെങ്കിൽ വീട്ടുകാരുമായിട്ട് എപ്പോഴും അടുത്ത് നിൽക്കുന്ന അവൈലബിൾ ആയിട്ടുള്ള ആളുകളായതുകൊണ്ട് നിർബന്ധമായിട്ടും ഉമ്മമാരൊക്കെ അത് ജോയിൻ ചെയ്യണം. കാരണം ഉപ്പമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അവർക്ക് ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ ഗൾഫിലൊക്കെ പോയി നിൽക്കാം. അതിന്റെ പാപഭാരങ്ങൾ എങ്ങനെയായാലും അവസാനമായിട്ട് എന്റെ മോനാണെന്ന് പറഞ്ഞിട്ട് ഉപ്പമാര് കൈയ്യുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. ഞാൻ തമാശ രൂപയിൽ പറയാണ്. അപ്പൊ എന്തായാലും ഇതിൽ കഴിയുന്ന ആളുകളൊക്കെ ജോയിൻ ചെയ്ത് നിങ്ങൾ ഈ ഒരു പാരന്റിങ് എന്നുള്ളത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനുള്ള ഒരു അവസരമാണ്. നമ്മൾ അടുത്ത ബാച്ചിലേക്കുള്ള അഡ്മിഷന് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ജോയിൻ ചെയ്യുന്ന ആളുകൾക്കാണ് ഞാൻ ഈ പറഞ്ഞ ഫീസിൽ ഇത് കൊടുക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ 1700 1400 കൊടുക്കുന്ന കോഴ്സുകൾ 999 രൂപയ്ക്കും 799 രൂപയ്ക്ക് അവൈലബിൾ ആണ്. ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ ഗ്രൂപ്പിൽ അറിയിക്കുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഡെമോ ക്ലാസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അതും ചെയ്യാം. ഇതിൽ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഇപ്പൊ നമ്മൾ ഗ്രൂപ്പിൽ ഒരു ലിങ്ക് അയക്കുന്നുണ്ട്. അതിന്റെ ബേസ് ആയിട്ടുള്ള ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അവിടെ ആയിരിക്കും ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്കുള്ള നിർദ്ദേശങ്ങൾ, ഡെമോ ക്ലാസ്സുകൾ, അതിന്റെ മറ്റു ഡീറ്റെയിൽസ് കാര്യങ്ങൾ, എന്നാണ് ക്ലാസ് തുടങ്ങുക, ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ നമ്മൾ ആ ഗ്രൂപ്പിലായിരിക്കും അറിയിക്കുക എന്ന് മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് മുത്തി സാറിലേക്ക് പോകണം. ഓക്കെ, വളരെ സന്തോഷം സവാദ് സാർ. ഞാനത് അവസാനിപ്പിക്കുകയാണ്. കാരണം കുറേ പറയണമെന്നുണ്ട്. ഒരുപാട് പോയിന്റ്സുകളും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ എനിക്ക് മനസ്സിൽ നല്ല ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ലക്നൌവിലാണ്. സഹാറൻപൂരിലേക്കുള്ള ഒരു ട്രെയിന് 10 മണിക്കുണ്ട്. അപ്പോൾ അങ്ങോട്ട് എത്തേണ്ടതുണ്ട് ഇൻഷാ അല്ലാഹ്. ആ പോയിന്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കഴിഞ്ഞു. ഓക്കെ, കഴിഞ്ഞു, നോ പ്രോബ്ലം. എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം? എൻ്റെ കുട്ടിയെ ലഭിച്ചതിന്, എനിക്ക് തന്നതിന് റബ്ബേ നിനക്ക് നന്ദി എന്ന് പറയാം. അത് ഏത് കുട്ടിയെക്കുറിച്ചാണ് കൂടുതൽ ആശങ്കയുള്ളതെങ്കിൽ അതിൽ പ്രത്യേകിച്ച് എൻ്റെ കുട്ടിയെ ലഭിച്ചതിന് പടച്ചോനെ അൽഹംദുലില്ലാഹ് എന്ന് റബ്ബിനോട് താങ്ക്സ് പറഞ്ഞ് പേര് പറയാറുണ്ട്. ആലോചിച്ചോ, ഇല്ലെങ്കിൽ അത് തുടങ്ങണം. കുറച്ചുകൂടെ നന്ദി. ഏത് വിഷയത്തിലാണെന്നെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കണമെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഒരുപാട് പുരോഗമിക്കും. നിങ്ങൾ മക്കളുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇന്ന കുട്ടീനെ തന്നില്ലേ, ഇത്രയും ക്വാളിറ്റീസ് ഉള്ള കുട്ടിയെ നന്ദി എന്ന് മനസ്സ് തുറന്നുകൊണ്ട് നന്ദി അർപ്പിക്കണം. ഈ ഒരു ടിപ്പാണ് ഇൻഷാ അല്ലാഹ് എടുത്തുവെച്ചോളൂ. അപ്പോൾ എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ സ്നേഹം ആശംസിക്കുകയാണ്. അപ്പോൾ കഴിയുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ഒരു യാത്രയാണ്, ജേണിയാണ്. ആ ജേണിയിൽ നമ്മൾ കൂടെ ഉണ്ടാവണം. 1 വീക്കിൻ്റെ ഒരു ജേണിയാണ്. അതിന് നിങ്ങൾ കൂടെ ഉണ്ടാവണം. തീർച്ചയായിട്ടും ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ നടക്കും. സംഭവിക്കട്ടെ. സന്തോഷം, സ്നേഹം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ മീറ്റിംഗ് നമ്മൾ പറഞ്ഞതുപോലെ 8 മുതൽ 9 മണി വരെയുള്ള ഈ ഒരു സെഷൻ നിങ്ങളുടെ സമയം ചെലവഴിച്ചതിന് നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിയിട്ടുണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ആ ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഉദ്യമത്തെ കൂടുതൽ ആളുകളിലേക്ക് അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയുള്ളത്. ഇതിൽ ഇനിയും ഇതേപോലെയുള്ള മറ്റു ഫ്രീ ആയിട്ടുള്ള സെഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചെറിയ രൂപത്തിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ എല്ലാ സംഗതികളും ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. മാത്രമല്ല ഒരാഴ്ചക്ക് ഇതേപോലെ ഫ്രീ സെഷൻസ് വെക്കാന്ന് പറഞ്ഞാൽ അത് നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ മറ്റു ക്ലാസ്സുകൾ, നമ്മുടെ പ്രീമിയം കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഈ ഗ്രൂപ്പിൽ ഇടും. അതിൽ തന്നെ മറ്റൊരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഇടും. അതിലായിരിക്കും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഒരു ആഴ്ചത്തെ ട്രാൻസ്ഫോർമേറ്റീവ് പാരന്റിങ്, മക്കളെ പൂക്കളാക്കാം എന്ന പേരിലുള്ള ഒരാഴ്ചത്തെ സൂപ്പർ പാരന്റിങ്. സാറിന് സൂപ്പർ പാരന്റിങ് ടെക്നിക്സിലേക്കൊന്നും കടന്നിട്ടില്ല. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ ദിവസവും നിങ്ങൾക്ക് കൃത്യമായിട്ട് അരമണിക്കൂറിന്റെയും അല്ലെങ്കിൽ 1 മണിക്കൂറിന്റെ ഒക്കെ ക്ലാസ്സുകൾ കേൾക്കുക എന്നത് വെറുതെ നമ്മളിങ്ങനെ യൂട്യൂബിൽ ക്ലാസ് കേൾക്കുന്നതിൽ ഉപരിയായിട്ട് കൃത്യമായിട്ടുള്ള ചില ആക്ടിവിറ്റികൾ, ചില വർക്കുകളൊക്കെ ചെയ്ത് അങ്ങനെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു അടിപൊളി പാരന്റ് ആവാനുള്ള നിങ്ങളെ അവസരങ്ങൾ ആണ് ലഭിക്കാൻ പോകുന്നത്. അപ്പൊ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ ആളുകളും അതിൽ നിങ്ങൾക്കൊരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഫുൾ മന്തിയുടെ പൈസക്കാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടില് ഒരു മാറ്റം, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം, സന്തോഷമൊക്കെ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ്, ഇത് നിങ്ങളൊരു ചെലവല്ലാതെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണക്കാക്കി കോഴ്സിന് താല്പര്യമുള്ള എല്ലാ ആളുകളും ജോയിൻ ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഈ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും. സാറ് ടൈം ഇപ്പൊ തന്നെ ആവുമോ? എന്ത് ടൈമാണ് നമ്മളെ ക്ലാസിന്റെ ടൈം? ഈ ടൈം തന്നെ ആവുമോ? 8 to 9?
ലൈവ് ആയിട്ടല്ല ഉണ്ടാവുക, ലൈവ് ഒരു ലൈവ് ഉണ്ടാവുക, മറ്റത് കൃത്യമായിട്ടുള്ള പിന്നെ വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അയച്ചു തരികയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് കാണുകയും അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. അതിന്റെ രൂപം വേറെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അതിൽ ആ വിഷയങ്ങളൊക്കെ പറയും. ഓക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് അതിന്റെ ക്ലാസ് കാര്യങ്ങളൊക്കെ വരും. അത് 24 hour ആക്സസ് ഉള്ള ക്ലാസ് ആയിരിക്കുമുള്ള സമയത്തിനുള്ളിൽ അതത് ദിവസത്തിന്റെ ഉള്ളിൽ കണ്ടു തീർത്തിട്ട് എന്റെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കോഴ്സ് ആയിരിക്കും. വെറുതെ ഇങ്ങനെ പ്രഭാഷണം കേൾക്കലല്ല, ഇതൊരു നിങ്ങൾക്ക് ഒരു ചേഞ്ച് വരണമല്ലോ, നിങ്ങളുടെ വീട്ടിലൊരു മാറ്റം കൊണ്ടുവരണം, മക്കളിൽ ഒരു മാറ്റം കൊണ്ടുവരണം. അപ്പൊ ആ ഒരു രൂപത്തിലാണ് ഇതിന്റെ തീർച്ചയായിട്ടും. ഡിസൈൻ ഉണ്ടാവുക. അപ്പൊ അത് താല്പര്യമുള്ള ആളുകൾ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുന്ന ആളുകൾക്കാണ് ഈ ഫീ ഉള്ളത്. നമ്മൾ മറ്റേ നേരത്തെ പറഞ്ഞ ഫീക്കാണ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യാവുന്ന, അതിന്റെ ഡീറ്റെയിൽസ് ഗ്രൂപ്പിൽ അറിയിക്കാം കേട്ടോ. ഓക്കെ ഓ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്യും. ആ ക്ലാസ്സിൽ വെച്ചിട്ട് നമുക്ക് ആ എടുക്കുന്ന ആളോട് എന്തെങ്കിലും ഹെൽപ്പ് ഒക്കെ ചോദിക്കാവോ? അങ്ങനെ ആ രൂപത്തിലാണ്. നിങ്ങൾ പ്രീമിയം എടുക്കുകയാണെങ്കിൽ, കപ്പിള് അല്ലെങ്കിൽ പ്രീമിയം എടുക്കുകയാണെങ്കിൽ അതിനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അടുക്കുന്ന ആളും മുത്തി സാറുടെ സേവനം ഉണ്ടാവും. അതേ രൂപത്തിൽ തന്നെ ഒരു 2-3 സൈക്കോളജിസ്റ്റുമാരൊക്കെ ഉണ്ടാകുന്ന ഒരു പരിപാടിയായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനൊരു ഫീ വെക്കുന്നത്. കാരണം അവരൊക്കെ ഇതിലെ എക്സ്പേർട്ടുകളാണ്, അവർക്ക് നമ്മൾ പേയ്മെന്റ് കൊടുക്കണമല്ലോ. അപ്പൊ അതിനാണ് ഈ ഒരു ഫീ വെക്കുന്നത്. അങ്ങനെ ഒരു സേവനം ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത്, ഞങ്ങളുടെ സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പുകളിലൊക്കെ ചോദിക്കാം. അവരതിന് മറുപടിയൊക്കെ പറയുന്ന രൂപത്തിലുള്ള ഒരു കോഴ്സാണ് നമ്മൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിപ്പോ പാരന്റിംഗ് ആണ്. ഇതേപോലെ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങൾ, പ്രീ മാരിറ്റൽ കാര്യങ്ങൾ, അതേപോലെ ട്യൂഷൻ നമ്മൾ നടത്തുന്നുണ്ട്. ഇങ്ങനെ ചെറിയ ഫീസിന് വളരെ ക്വാളിറ്റി ഉള്ള സംഗതികൾ കൊടുക്കുക എന്നുള്ളതാണ് വൈറ്റ് ബോർഡിന്റെ ഒരു ഉദ്ദേശം. നമ്മളെല്ലാവരും ഓൾറെഡി ഒരു ഭാഗത്ത് പ്രൊഫഷണലി എൻഗേജ് ആണ്. വൈറ്റ് ബോർഡിന്റെ ടീം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പളാണ്. നമ്മളോട് കൂടെ തന്നെയുള്ള മറ്റു 2 ആളുകൾ പോലും വേറെ എൻഗേജ് ആണ്. നമ്മൾ അതോടുകൂടെ തന്നെ ഈ ഒരു സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ് എന്ന നിലക്ക് നാട്ടിൽ ആളുകൾക്ക് ആവശ്യമുള്ള സംഗതികൾ ചെറിയ പൈസക്ക് എന്ത് ചെയ്യുക, ആ ഒരു കോസ്റ്റ് മീറ്റ് ചെയ്യുന്ന രൂപത്തിൽ ഈ ഒരു അവൈലബിൾ ആക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് വൈറ്റ് ബോർഡ് നമ്മൾ റൺ ചെയ്യുന്നത്. വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്യാം. നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ ഇനിയും ഇതേപോലെയുള്ള ഫ്രീ വെബിനാറുകളൊക്കെ, പല രൂപത്തിലുള്ള ഫ്രീ വെബിനാറുകൾ ഉണ്ടാവും. അത് ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റു ഫീസുകൾ അഫോർഡ് ചെയ്ത് ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് അതും ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പൈസ ഉണ്ടാക്കുക എന്നതിലുപരിയായിട്ട് നാടുകളിൽ ഇതേപോലെ ഒരു ആവശ്യമുള്ള സംഗതികൾ ഡെലിവറി ചെയ്യുക, അത് നമ്മളെ ഇടനിലക്കാരായിട്ട് നിന്നുകൊണ്ട് എക്സ്പേർട്ടുകളായിട്ടുള്ള, മുത്തി സാർ ഇതിൽ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള, വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന അറിയപ്പെട്ട ട്രെയിനറാണ്. മൂപ്പരിപ്പോ ഒരു യാത്രയിലാണ്. ആ യാത്രയുടെ ഇടയിൽ, ഒരു ഓൾ ഇന്ത്യ യാത്രയിലാണ്. ആ യാത്രയുടെ ഇടയിലും നമുക്ക് അദ്ദേഹം സമയം തന്നത് അത് മൂപ്പരയുടെ ഈ ഒരു വിഷയത്തിലുള്ള ഒരു കമ്മിറ്റ്മെന്റ് കൂടിയാണ്. നമ്മുടെ ഒരു കോർ ടീം അംഗം കൂടിയാണ് മുത്തി സാർ. വേറെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്യാം. നമ്മൾ പറഞ്ഞ സമയമായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 8 മണിക്ക് തുടങ്ങാന്ന് പറഞ്ഞാൽ 8 മണിക്ക് തുടങ്ങുകയും അത് കൃത്യമായ സമയത്ത് നടത്തുകയും, ഈ രൂപത്തിലാണ് നമ്മളൊരു സിസ്റ്റം ഉള്ളത്. നമ്മൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞ് 8 മണി പറഞ്ഞ് 8:30 തുടങ്ങുന്ന രൂപത്തിലല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ, നമ്മളെ ഒരു ആറ്റിറ്റ്യൂഡ്, മൊത്തം എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. നമുക്ക് ക്ലോസ് ചെയ്യാം ഇൻഷാ അല്ലാ. നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പേഴ്സണൽ ആയിട്ടൊക്കെ നമ്മളെ ഗ്രൂപ്പ് അഡ്മിൻസ് ആയിട്ട് കണക്ട് ചെയ്താൽ ചോദിക്കാവുന്നതാണ്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള, ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഈ ഫീക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഇന്ന് തന്നെ അതിന്റെ അഡ്മിഷൻ എടുക്കാനുള്ള സംഗതികളൊക്കെ ഗ്രൂപ്പിൽ അറിയിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അസ്സലാമു അലൈക്കും.